ഒരു ഭാഗം വേഗത്തിലെടുക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാനുള്ളതും കൂടെ ഓർപ്പിക്കട്ടെ. നമ്മൾ ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സ്തോത്ര കാഴ്ച എടുക്കുന്നില്ല. കാരണം ഇതിൻ്റെ മേജർ എക്സ്പെൻസ് അല്ല, ഇതിൻ്റെ ഗസ്റ്റിന് വേണ്ടിയുള്ള എക്സ്പെൻസ് ഒരു സഹോദരൻ തന്നതിനാൽ പിന്നെ അതിനൊരു സ്തോത്ര കാഴ്ച എടുക്കണ്ട എന്ന് വിചാരിച്ചു. ഓൺ ദി അതർ ഹാൻഡ് പെട്രോള് മറ്റും പലതുമൊക്കെ ഉണ്ടാവും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ അതിനാവശ്യമുള്ള പണം ചർച്ചിലുണ്ട്. ദൈവകൃപയാൽ നമ്മൾ ആ ദാരിദ്ര്യത്തിലല്ല. എങ്കിൽ തന്നെ ചിലർ വന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചു, ഞങ്ങൾക്ക് എന്തെങ്കിലും ഇത് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ 2 ബോക്സസിനകത്ത്, പ്രയർ റിക്വസ്റ്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഔദാര്യമായി ദൈവസന്നിധിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അർപ്പിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഇടാം. ഇന്ന് രാത്രിയിൽ അത് എടുക്കുന്നതായിരിക്കും. ഉപവാസ പ്രാർത്ഥനയുടെ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നതായിരിക്കും. നാളെ 2 സർവീസിലും കർത്തൃമേശ ഉണ്ടായിരിക്കും. നമ്മുടെ ഔട്ട് സ്റ്റേഷൻസ്, പ്രത്യേകിച്ച് HAL അതിനകത്ത് പങ്കെടുക്കുന്നതല്ല. കാര്യം HAL ഇൻഡിപെൻഡൻറ്റ് സർവീസ് ഉണ്ടായിരിക്കും. പല ദിവസങ്ങളിൽ ഒരുപോലെ സർവീസ് കോൾ ഓഫ് ചെയ്താൽ അത് യുക്തമല്ല എന്നതിനാൽ അവിടുത്തെ സർവീസ് നടക്കുമെന്നാണ് നേരത്തെ തീരുമാനിച്ചത്. ഇവിടെ നടക്കുന്ന 2 സർവീസിലും കർത്താവിൻ്റെ തിരുമേശ ഉണ്ടായിരിക്കും. പാസ്റ്റർ മോഹൻ ഇവിടെയുണ്ട്. ഒരു പ്രാവശ്യം കൂടെ തൻ്റെ സാന്നിധ്യത്തെ ഞാൻ അക്നോളജ് ചെയ്യുന്നു. വടക്കേ ഇന്ത്യയിൽ ഞങ്ങളെക്കാൾ വളരെ കൂടെ പ്രതിസന്ധികൾ സഹിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം വിളിച്ചു. കർത്താവിൻ്റെ സ്തോത്രം. വിവിധയിടങ്ങളിൽ നിന്ന് വന്ന ശുശ്രൂഷകന്മാരിവിടെയുണ്ട്. അവരുടെ പ്രസൻസ് ഞങ്ങൾ അക്നോളജ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. സഭകൾ ഞങ്ങളോടൊപ്പം ഉപവസിക്കുന്നവരുണ്ട്. വി പ്രേ ദാറ്റ് ദി ലോർഡ് വിൽ ബ്ലെസ് യു ടു. ഇവിടെ നടക്കുന്നതിന് നടുവിൽ നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് 2 പ്രധാന അല്ലെങ്കിൽ 2-3 പ്രധാന ആശയങ്ങളിലൂടെ മിനിറ്റുകൾ കൊണ്ട് പോകുകയും ഒടുവിലായി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞൊരു ആത്മീക നടത്തിപ്പ് ലഭിക്കുകയാണെങ്കിൽ ഞാൻ എണ്ണ എടുത്ത് റെഡിയാക്കി വെച്ചായി നിൽക്കുന്നത്. കർത്താവ് ഒന്ന് തൊടണം, അത്രയും മാത്രമേ ഉള്ളൂ. നമ്മുടെ ടൈമിനോടാകും കർത്താവ് ഇത് ചെയ്താൽ ഞാൻ ഈ ശുശ്രൂഷയും കൂടെ ചെയ്യുവാനായി താല്പര്യപ്പെടുന്നു. നമ്മൾ ഇന്നലെ എടുത്തു വന്ന വിഷയം, ക്രമീകരിക്കപ്പെട്ട പാത്രത്തിലേക്ക് മാത്രമേ ഒരു പകർച്ച ഉണ്ടാകുകയുള്ളൂ. ബലവത്തായ, ശുദ്ധീകരിക്കപ്പെട്ട എന്നൊരാശയം ഇന്ന് പറഞ്ഞു. ഒരുക്കപ്പെട്ടതായ, ബലമുള്ളതായ, യോഗ്യമായ ഒരു പാത്രത്തിലേക്ക് മാത്രമേ ഒരു പകർച്ച നടക്കുകയുള്ളൂ. അതിനാധാരമായി ഞാൻ എടുത്ത് പറഞ്ഞ ഒരു വാക്യം, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. തുരുത്തിയും വീഞ്ഞും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, ഇത് കൺഫേം ചെയ്ത് പറയണേ എനിക്കറിയാൻ വയ്യ, പക്ഷെ ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് തോലുകൊണ്ടുണ്ടാക്കുന്ന ഒരു പാത്രമാണ് തുരുത്തി. അത് സൂക്ഷ്മമായിട്ടും അറിയാം. ആ തുരുത്തിക്കകത്തോട്ട് പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലേക്ക് ഒഴിച്ചു വെക്കും. അങ്ങനെ ഒഴിച്ചു വെച്ചാൽ ആ വീഞ്ഞിനകത്ത് നിന്ന് ഏതോ ചില ഭാഗങ്ങൾ കെമിക്കൽ റിയാക്ഷൻ മുഖേന ഈ തുരുത്തിയിലേക്ക് പകരും. അതിനകത്ത് വെച്ച് ആ വീഞ്ഞ് വീര്യമുള്ളതായി മാറും. പുതിയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്നു വെക്കും. ഒരു കുറേ നാൾ കഴിയുമ്പോൾ ഈ തുരുത്തി അങ്ങ് പഴകും. എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വീഞ്ഞ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, വീഞ്ഞിൻ്റെ പ്രോസസ്സിങ്ങിന് ഒരുപാട് ലോങ് ടൈം എടുക്കും. ഞാൻ അക്കാഡമിക് ഏരിയയിലേക്ക് അധികം കടക്കുന്നില്ല. വീഞ്ഞ് പ്രോസസ്സ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, തോലിനകത്ത് പ്രോസസ്സ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പ്രത്യേക ഒരെണ്ണം തടി കൊണ്ടുള്ള പാത്രങ്ങൾക്കകത്താണ് ഈ കാലഘട്ടത്തിൽ വീഞ്ഞ് പ്രോസസ്സ് ചെയ്യുന്നത്. ഓസ്ട്രിയ മുതലായ രാജ്യങ്ങളാണ് അതിൻ്റെ ഈ ഭൂലോകത്തിൻ്റെ കലവറ. ഞാൻ കണ്ടിട്ടുണ്ട്. എന്നേക്കാളൊക്കെ കളറ് കൂടുതലുള്ള ജപ്പാനിലുണ്ടാകുന്ന ഏതോ ഒരു തടി കൊണ്ടുണ്ടാക്കിയ വലിയ വീപ്പകൾക്കകത്ത് മൈലുകൾ, സ്ക്വയർ മൈലുകൾ കണക്കിന് ഭൂമിയുടെ അടിയിൽ ഉണ്ടാക്കപ്പെട്ട അറയിൽ ഈ വീഞ്ഞ് സംഭരിച്ചു വെച്ചേക്കും. അവരെന്നോട് പറഞ്ഞതനുസരിച്ച് 2.5 വർഷം മുതൽ 3 വർഷം വരെ ഈ വീപ്പകൾക്കകത്ത് വീഞ്ഞിരുന്നെങ്കിൽ മാത്രമേ അതിനാവശ്യമുള്ള വീര്യമാകത്തുള്ളൂ. അത് കഴിയുമ്പോഴാണ് വീര്യമുള്ള വീഞ്ഞായി അത് പുറത്തു വരുന്നത്. രണ്ടായാലും തുരുത്തികൾക്കകത്ത് സംഭരിക്കപ്പെട്ടിരുന്ന വീഞ്ഞ് അത് പ്രോസസ്സ് ചെയ്ത് കഴിയുന്നതോടെ ഈ തുരുത്തിയിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകും. ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ട് ഈ തുരുത്തി ഇനി ഉപയോഗിക്കാൻ വയ്യാത്തൊരു ശൈലിയിലാകും. വീണ്ടും പുതിയ വീഞ്ഞ് അതിനകത്തേക്ക് ഒഴിക്കാമെങ്കിൽ അടുത്ത കെമിക്കൽ റിയാക്ഷൻ എടുക്കാൻ അതിന് കഴിവില്ലാത്തതുകൊണ്ട് അത് പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോകും. ഈ സാഹചര്യം കണ്ടുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ മാത്രമേ പകരാറുള്ളൂ. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കുറച്ചുനാൾ ഉപവസിച്ചു, കുറച്ചുനാൾ പ്രാർത്ഥിച്ചു, ഏതോ ഒരു മടുപ്പ് പലർക്കും തോന്നും. ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നത് കൊണ്ട് ഇനി ആയുസ്സിൽ ഉപവസിക്കത്തില്ലെന്ന് പറയുന്നവരുണ്ട്. ഈ ഉപവാസം കഴിഞ്ഞ് വയറിനകത്ത് രോഗം തുടങ്ങുമ്പോൾ ഇനി ഉപവസിക്കുന്ന പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും പിറ്റേ ഉപവാസത്തിന് നമ്മളെ കാണും. ഈ പഴയ തുരുത്തി പിന്നെയും പുതുതായി വരുന്നത് കാണാം. ചിലരങ്ങ് പോകും, നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്, ഇല്ലെന്നല്ല. ഈ പഴയ തുരുത്തിയെ പുതുതാക്കുന്ന ഒരു സിസ്റ്റം ദൈവത്തിനുണ്ട്. ഞാൻ അവിടെ തൊടാൻ വരുന്നത്. ഒരൊറ്റ പ്രാവശ്യത്തെ പ്രോസസ്സിങ് കഴിഞ്ഞതുകൊണ്ട് ചുരുട്ടി കളയുകയല്ല തുരുത്തി, പകരം അത് വീണ്ടും
ഉപയോഗിക്കത്തക്കതുപോലെ ആക്കി വെക്കും. പ്രാരംഭത്തെങ്കിൽ ഇത് ചെയ്യുന്നത് ഈ തുരുത്തികൾ എടുത്ത് ഒന്ന് ചൊട്ടി അതിനകത്തെ എല്ലാം കളഞ്ഞേച്ച് ഒന്ന് ലെവൽ ചെയ്ത് നമ്മുടെ പേസ്റ്റ് മുഴുവൻ എടുത്ത ശേഷം ആ പുറത്തെ ആ ഭാഗം ഒന്ന് ലെവൽ ചെയ്യുന്ന പോലെ ഈ തുരുത്തിയെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തങ്ങ് പുകയത്ത് വെക്കും. ഈ സംഭവം ഓർപ്പിച്ചുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ എഴുതിയത് പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനായി എന്ന് പറഞ്ഞാൽ എൻ്റെ യൂസ് കഴിഞ്ഞു, കളയാനൊട്ട് തോന്നുന്നുമില്ല, ഇതിൻ്റെ യൂസ് ഇപ്പം ഇല്ലതാനും, ഞാൻ എൻ്റെ പുകയത്ത് വെച്ച തുരുത്തി പോലെയാണ്. നമ്മൾ ചിലരുടെ അനുഭവം അതായിരിക്കാം. ചിലരുടെ അകത്ത് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ അകത്തെ തിടുക്കം അവർക്കറിയാം, അവരുടെ അകത്തൂടെ വ്യാപരിക്കുന്നത് അവർക്കറിയാം. നിങ്ങൾ പുതിയ വീഞ്ഞ് പുറത്ത് കൊണ്ടുവരും, ഒഴിച്ചതുപോലെയല്ല, വീര്യമുള്ള ചിലത് കൊണ്ടുവരും. വേറെ ചിലർ പുകയത്ത് വെച്ച തുരുത്തി പോലെയാണ്. എനിക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ പറയാറുണ്ട്, വയസ്സ് തിരവൊക്കെ ആയി, കർത്താവ് ഏൽപ്പിച്ചതൊക്കെ ചെയ്തു, ഇനി ഞാനൊന്ന് കുറേ നാളത്തേക്ക് ചുമ്മാ എന്നെ പുകയത്ത് വെച്ചിരിക്കുകയാണ്, വേറെ ഉപയോഗമൊന്നുമില്ല. നിങ്ങൾക്കറിയാമോ, അടുത്ത പ്രാവശ്യം മുന്തിരി പിഴിഞ്ഞെടുക്കുന്ന ടൈം ആകുമ്പോൾ ഉടമസ്ഥൻ ഈ പുകയത്തിരുന്ന തുരുത്തി എടുത്ത് ഒഴുക്ക് വെള്ളത്തിലോട്ട് ഇടുമെന്ന്. ഒരാഴ്ച ഇത് ഒഴുക്ക് വെള്ളത്തിൽ കിടക്കുമ്പോൾ ഇതിനകത്ത് കയറിയ കെമിക്കൽസ് മുഴുവനും ഒഴുകിപ്പോവും. ഈ തുരുത്തി ഒന്നുകൂടെ പുതുതാക്കപ്പെടും. ഈ തുരുത്തി ഒന്നുകൂടെ പുതുതാക്കപ്പെട്ടാൽ ഇതിനകത്തേക്കൊരു പുതിയ പകർച്ച വീണ്ടും നടക്കും. ഇതിനകത്തിരിക്കുന്ന പലരുടെയും അനുഭവങ്ങൾ പലതാകാം. ഒരു പുതിയ പകർച്ച ഇന്ന് പകൽ പകർന്നെടുക്കുവാൻ നമ്മെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലോട്ട് പകരും. നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയ ചില അനുഭവങ്ങൾ, മറ്റൊരാളുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ മുറിവ്, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്തതിൻ്റെ നടുവിൽ വന്നത്, എൻ്റെ തലയിൽ ഒരാൾ വന്ന് വീണു, ഞാൻ തെറിച്ചൊരിടത്ത് പോയി വീണു, അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, മറ്റേത് സംഭവിച്ചു, എന്നോട് ദൈവം വാക്ക് പറഞ്ഞത് നടന്ന് ഞാൻ കണ്ടില്ല, പല കാര്യങ്ങളാണ്. ഇന്ന് ചാൾസ് ബ്രദർ ശുശ്രൂഷിക്കുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ എടുത്തു പറഞ്ഞു, അവിശ്വാസം കയറുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവധികൾ മാറിപ്പോകും. പല കാരണങ്ങളാൽ ഇത് മാറിപ്പോകും. ഞാൻ ആ ഒരു കണക്ക് ആർക്കെങ്കിലും സഹോദരന്മാർക്ക് ഒന്ന് എടുത്തു തരാമെങ്കിൽ വലിയൊരു ഉപകാരമാണ്. ഞാൻ 1-2 പ്രാവശ്യം അവിടെ പറഞ്ഞെനിക്ക് കിട്ടിയില്ല. അബ്രഹാമിനോടുള്ള ദൈവിക ഇടപെടലുകൾ നോക്കിയാൽ, ഞാനൊരു കണക്കെടുത്ത് പറയുകയല്ല, എനിക്ക് വേണം ഒന്ന് റീപ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. അബ്രഹാമിനോടുള്ള ദൈവിക ഇടപെടലുകൾ നോക്കിയാൽ ഓരോ 7 വർഷവും ദൈവത്തിൻ്റെ ഓരോ ഇടപെടലുകളാണ്. 7 വർഷം കഴിയുമ്പോൾ ദൈവം പ്രത്യക്ഷനാകും. 7 വർഷം വീതം ഇടവിട്ട് ദൈവം അബ്രഹാമിനോട് ഒരു പ്രത്യേക സ്റ്റേജുകളിൽ മാറ്റിവിടും. പക്ഷേ അബ്രഹാമിൻ്റെ വീട്ടിൽ അരുതാത്ത സന്തതി വളർന്ന ഒരു 19 കൊല്ലമുണ്ട്. ആ 19 കൊല്ലം തമ്പുരാൻ ഇടപെട്ടില്ല. ആ 7 കൂടെ ഈ 19 കൂടെ കൂട്ടിയാൽ 26 കൊല്ലം കഴിഞ്ഞാൽ ദൈവം ഇടപെട്ടത്. കാരണം അറിയാമോ, അരുതാത്ത ഒരു കൊച്ചൻ വീട്ടിൽ കയറി. അത് ദൈവം ആഗ്രഹിച്ചതല്ല, ദൈവം അനുവദിച്ചതല്ല. അവൻ വീട്ടിൽ വളർന്ന കാലം തമ്പുരാൻ അങ്ങോട്ട് വരാതെ മാറിക്കളഞ്ഞു. പ്രത്യേക ഇടപെടലുകൾക്ക്, ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ കാലഘട്ടത്തിൽ നാം ദൈവത്തിങ്കിൽ നിന്ന് മാറിപ്പോയാൽ തമ്പുരാൻ നമ്മിൽ നിന്നും മാറിപ്പോകും. അടുത്തത്, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ 70 വർഷങ്ങൾ, 7 വർഷവും 70 വർഷം പ്രത്യേകിച്ചും 49 വർഷവും ഒക്കെ 7, 49, 70 വർഷങ്ങൾ വീതമെടുത്താൽ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലിൻ്റെ വർഷമാണ്. ദൈവം വളരെ സ്പെസിഫിക്കായി ഇടപെടുന്ന കാലഘട്ടമാണത്. എന്നാൽ ഇസ്രയേൽ ദൈവസന്നിധിയിൽ നിന്ന് തെറ്റിപ്പോയ കാലം ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്യും. അതും കൂടെ അതിൽ നിന്ന് മാറിപ്പോവും. ഉദാഹരണത്തിന് വേണ്ടി ഒരു 70 വർഷം ദൈവം അവർക്ക് വേണ്ടി വെച്ച കാലഘട്ടമാണെങ്കിലും അവർ ബാബേലിൻ്റെ അടിമത്വത്തിൽ ഒരു 70 കൊല്ലം കിടന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രാവശ്യത്തെ ഇടപെടലിന് ദൈവിക ഇടപെടലിൻ്റെ 70 വർഷവും പിന്നെ ബാബേലിൽ പോയ 70 വർഷവും കൂടെ ഒരുമിച്ച് കൂട്ടി 140 വർഷം കഴിഞ്ഞാൽ തമ്പുരാൻ ഇടപെട്ടത്. നാം ദൈവത്തിൻ്റെ കാലക്കണക്കുകളിൽ നിൽക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അതുപോലെ പ്രാപിക്കണമെങ്കിൽ ദൈവം പറഞ്ഞ പോലെ നടന്നേ മതിയാകൂ. എന്നോടൊരു വലിയ ദൈവിക വാഗ്ദത്തം ഉണ്ടായി, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകാം. പക്ഷേ അനുഗ്രഹം ഇങ്ങോട്ട് വന്നില്ല. ഞാൻ അതങ്ങ് നിരാശപ്പെടും. ഞാൻ എൻ്റെ പുകയത്ത് വെച്ച തുരുത്തി പോലെയായി. എന്നെക്കൊണ്ട് പറഞ്ഞ കാര്യമൊന്നും നടന്നില്ല, ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ പൊന്നു സഹോദര, ഏതാണ്ട് തകരാറ് ജീവിതത്തിൽ വന്ന് കയറിയ കൊണ്ട ഒന്ന് ക്രമീകരിക്ക്, വെള്ളത്തിലൊന്നിട്, ഈ തുരുത്തി പിന്നെയും പ്രയോജനപ്പെടുത്തും. തമ്പുരാൻ ഇനിയും നമ്മളെ ഉപയോഗിക്കാനുണ്ട്, ദൈവത്തിന് ഇനിയും പദ്ധതിയുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ നമ്മെ അറിയിച്ചു. നമുക്ക് ക്രമീകരിക്കപ്പെടുവാൻ വേണ്ടി നമ്മുടെ പാത്രങ്ങൾ തയ്യാറാക്കുവാനായി ദൈവസന്നിധിയിലിരിക്കാം. അതിലേക്ക് ഒരു ദൈവിക പകർച്ച കാണും. ഞാൻ പറഞ്ഞു, ഇന്ന് പ്രധാനമായും 2 ഏരിയകൾ തൊടാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിൽ ഒന്ന്, ഞാൻ പറഞ്ഞായിരുന്നു, ഒരു പക്ഷിയുടെ 2 വിങ് എന്ന പോലെ എഴുതിയതിനെ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ.
ആ ഭാഗം ഞാൻ എടുത്തു. ഒരുവനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കൃപാവരങ്ങൾ ഒന്നാം, അവനവൻ്റെ കഴിവിനും അവനവൻ്റെ പ്രാപ്തിക്കും ഒത്തതുപോലെ അവനവന് താലന്ത് പകുത്തു കൊടുക്കുന്ന ദൈവം. എനിക്ക് തരാവുന്ന താലന്ത് എൻ്റെ പകുത്തു തന്നു. അതിൻ്റെ അർത്ഥം അവിടെ കൊണ്ട് തീരുമെന്നാണോ? അല്ല. 10 താലന്തൂടെ നേടിയവൻ ബിസിനസ് ചെയ്ത് പ്രൂവ് ചെയ്തപ്പോൾ ഒറ്റ താലന്തുകാരനെ പിടിച്ചു പറഞ്ഞാൽ അതൊരു എടുത്ത് 10 കൊടുത്തേക്കാൻ പറഞ്ഞു. അവന് വേറെ കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ. രണ്ടായാലും പ്രൂവ് ചെയ്തവനെ അധികം ഏൽപ്പിക്കും. പ്രൂവ് ചെയ്യുന്നത് വരെ അവനവൻ്റെ കഴിവിനും പ്രാപ്തിക്കും ഒത്തവണ്ണം നമ്മൾ വർക്ക് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ കഴിവും പ്രാപ്തിയും കൂടെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചിലപ്പം പറയാറുണ്ട്, കൊച്ചു പിള്ളേരോട് വർത്തമാനം പറയുന്നല്ലോ എന്നോട് പറയാതെ 10-50 വർഷമായി ഞാൻ ദൈവസഭ എന്നതാണെന്നും ദൈവിക പ്രവർത്തനം എന്നാന്നും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കാലത്തിൻ്റെ പോക്കിൽ എനിക്ക് പറയാം ഐ ഹാവ് ഇംപ്രൂവ്ഡ്, അല്ലെങ്കിൽ ഞാൻ അല്പം കൂടെ ദൈവത്തിൻ്റെ എന്ന് പ്രാപിച്ചു. കൊച്ചു പിള്ളേരോട് ബൈബിൾ പറയുന്ന പോലെ ഇവിടിനകത്തിരിക്കുന്നവരോട് പറയാതെ ദേ നോ ഇറ്റ് ബെറ്റർ. കാര്യം അവരിത് പല നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് പ്രായോഗികമായി നമ്മുടെ ജീവിത ശൈലി കൊണ്ട് പലതിനെ നേരിട്ട് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പടി അറിയാം. നമ്മുടെ പ്രാപ്തി വർദ്ധിക്കും. അതിനനുസരിച്ച് കർത്താവ് അടുത്തത് വരും. ഈ പതിവില്ലാത്ത ഒരു ദുഷ്ടപ്പിശാചിനെ കഴിഞ്ഞ ദിവസം ഇവിടെ കിട്ടി. ആ സൂത്രത്തിൻ്റെ ഇളകി ഉടനെ ഞാൻ സുനിലിനെ വിളിച്ചു പറഞ്ഞിട്ട് കണ്ടുകൂടാ ഒരു പുതിയ സാധനം. കാര്യം ഇതിന് അടുത്ത പ്രാവശ്യം അവനെ ഇളകുമ്പോൾ കണ്ട ഉടനെ മനസ്സിലാക്കണം പാർട്ടി ഇന്നതായി ഇതെന്ന്. അതുകൊണ്ട് കാര്യം പലതിനെയും നമുക്ക് അറിയാം, പലതിനെയും നമ്മൾ കണ്ടു, ഒന്നിനെ കൂടെ പുതുതായിട്ട് കാണാൻ സാധിച്ചു. ഓരോ പുതുമകൾ നമ്മൾ പ്രാപിക്കുക ദൈവത്തിൻ്റെ നിന്ന്. നമ്മുടെ കഴിവുകൾ വർദ്ധിക്കുകയാണ്. ദൈവം നമ്മെ അധികം ഏൽപ്പിക്കുകയാണ്. അധികം പ്രാപിച്ചവർക്ക് അധികം ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയും. ദൈവം നമ്മെ പുതിയത് ഏൽപ്പിക്കും. പ്രാപ്തിക്കും കഴിവിനും ഒത്തവണ്ണം താലന്തുകളെ പകുത്തു കൊടുത്തവനായ ദൈവം, അത് പ്രൂവ് ചെയ്ത് കഴിയുന്നവനെ അതിനടുത്തത് ഏൽപ്പിക്കുന്നവനായ ദൈവം. ഇന്ന് നമ്മെ ഏൽപ്പിക്കേണ്ടതിന് നമ്മുടെ പാത്രങ്ങളെ ക്രമീകരിക്കുക. അതിനുവേണ്ടി ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കരുത്. ദൈവം ഓരോരുത്തരും തന്നത്. എന്നെ പ്രവചനമാണോ ഏൽപ്പിച്ചത്? അതിൻ്റെ വിശ്വാസത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യണം. എന്നെ ഭരിക്കുവാനാണോ ഏൽപ്പിച്ചത്? ഏകാഗ്രതയോടെ ഞാനിത് ചെയ്യണം. എന്നെ ശുശ്രൂഷിക്കാനാണോ ഏൽപ്പിച്ചത്? ദൈവം ഏൽപ്പിച്ചതുപോലെ ഞാൻ ശുശ്രൂഷിക്കണം. അവനവന് ലഭിച്ചതുപോലെ ചെയ്യണം. വേറൊന്നായി ചമയാൻ ശ്രമിച്ചാൽ നമ്മൾ അമ്പേ പരാജയപ്പെടും. മറ്റൊന്നായി ചമയാൻ ശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. നമ്മെ ഏൽപ്പിച്ചതിൽ നമുക്ക് വിശ്വസ്തത കാണിക്കാം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. ഞാനിവിടെ എപ്പോഴും പറയാറുണ്ട്, എന്നേക്കാൾ അല്പം കൂടെങ്കിലും നന്നായി ശുശ്രൂഷിക്കുന്ന ഒരാളിനെ കണ്ടാൽ ഞാൻ അദ്ദേഹത്തെ അല്പമല്ല അങ്ങ് വാനോളം പുകഴ്ത്തും. കിട്ടുമെങ്കിൽ വിളിക്കാൻ ശ്രമിക്കും, കഴിയുമെങ്കിൽ ഒരിടത്തോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. കാര്യം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വേറൊരാളിന് പ്രയോജനപ്പെടണം. എനിക്കതുകൊണ്ട് ഒരു ദോഷവും വരാനില്ല. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി മാത്രമേ നടക്കത്തുള്ളൂ. എനിക്കതുകൊണ്ടൊന്നും താഴോട്ട് പോകാനില്ല. ഞാൻ ഇത്രേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ഞാനതിൻ്റെ മേളിലല്ല. അതുകൊണ്ട് വേറൊരാളിനെ ഞാൻ പ്രശംസിക്കുന്നത് കൊണ്ട് കർത്താവ് തയ്ക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഒരു പ്രിൻസിപ്പിളുണ്ട്. വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ മാനിക്കുകയും ചെയ്യുക. ഒരുത്തൻ വഷളനാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നയോടെ ഇടപെടത്തുള്ളൂ. അത് ദൈവവചനത്തിൻ്റെ പ്രമാണമാണ്. കണ്ടവനെ എല്ലാം സ്നേഹിക്കാനല്ല, സ്നേഹിക്കേണ്ടതിനെ മാത്രം സ്നേഹിക്കാൻ. യൂദായോട് എനിക്ക് റെസ്പെക്റ്റ് ഇല്ല, ഒട്ടുമില്ല. എനിക്ക് അവനോടൊരു ആവജ്ഞയാണ്. ലൂസിഫറിനോട് എനിക്ക് ബഹുമാനമില്ല, എനിക്ക് അവനോടൊരു ആവജ്ഞയാണ്. ഇവനൊന്നും മാനസാന്തരപ്പെടാൻ പോകുന്നതല്ല, അതിൻ്റെ ചാൻസ് കഴിഞ്ഞതാണ്. വഷളനെ നിന്ദിനായി എണ്ണുകയും എന്നാൽ എൻ്റെ ദൈവത്തെ സേവിക്കുന്നവനെ അർഹിക്കുന്ന മാന്യതയിൽ കാണുകയും മാനം കൊടുക്കുന്നവന് മാനം കൊടുക്കണം, ബഹുമാനം അർഹിക്കുന്നവന് ബഹുമാനം കൊടുക്കണം. അത് എൻ്റെ കാഴ്ചപ്പാടാണ്. ഇന്ന് രണ്ടാമത്തെ ഒരു ഭാഗം തൊടാൻ പോവുകയാണ്. 1 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം. ചുരുങ്ങിയ മിനിറ്റുകളെ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ. അവിടെ നിന്ന് ഒറ്റച്ചാട്ടം ചാടും. ഒരു മാതൃക കാണിക്കുവാൻ പൗലോസ് താല്പര്യപ്പെടുന്ന കാര്യമാണ്. 1 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ 6-ാമത്തെ വാക്യമായിരുന്നു. സഹോദരന്മാരെ, ഇത് നിങ്ങൾ നിമിത്തം എന്നെയും അപ്പല്ലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടു പഠിക്കേണ്ടതിന് ആരും ഒരുത്തിന് അനുകൂലമായും വേറൊരുത്തിന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിന് മറ്റുമൊക്കെ എഴുതുക. ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടു പഠിക്കുക. മാതൃകയുള്ളത് മാത്രം കണ്ടു പഠിക്കത്തക്കവണ്ണം കുറേ മാതൃകകൾ ദൈവസഭയ്ക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ. ഇവിടെ പല പ്രാവശ്യം പറഞ്ഞതാണ്. വെള്ളക്കാർ നടത്തുന്ന ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ ഒരിക്കൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചു. ഞാൻ മിനിറ്റുകൾ ലാഭിക്കാൻ വേണ്ടി അത്യാവശ്യം പറയേണ്ടത് മാത്രം പറയുക. വെള്ളക്കാരുടെ ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ ഒരിക്കൽ പങ്കെടുക്കാൻ ഇന്ത്യ എന്ന് എനിക്ക് സാധിച്ചു. ഞാൻ അവരുടെ ആളല്ല. അവരിൽ അധിക പേരും പ്രായം കഴിഞ്ഞവരും റിട്ടയേർഡ് പാസ്റ്റേഴ്സ്, ശുശ്രൂഷയ്ക്ക് പോകാത്തവരും ഇതുപോലുള്ള മീറ്റിങ്ങുകളിൽ മാത്രം വരുന്നവരും ഒക്കെയാണ്. അതിൽ ഒരാൾ ഒരു സാക്ഷ്യം പറഞ്ഞു.
കാതറിൻ കുൽമൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എനിക്ക് 65 വയസ്സുണ്ട്. എന്നെക്കാളും പ്രായമുള്ള ഒരു അപ്പച്ചൻ പറഞ്ഞ കാര്യം 65 വയസ്സുള്ള എനിക്ക് ആവർത്തിക്കാം, അതുകൊണ്ട് ഞാൻ പറയാം. ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വയസ്സാകുന്നതിന് മുമ്പേ. കാതറിൻ കുൽമൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ എനിക്കതിനകത്ത് എന്നെ അന്നൊരു ഡൗട്ട് തോന്നി. അത് അവരുടെ ശുശ്രൂഷ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഈ സാന്നിധ്യത്തിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തോ ആണെന്നറിയാൻ ഞാൻ ചോദിച്ചു, അപ്പച്ചാ ഇത് എന്തോ ആയിരുന്നു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ what you mean? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ പിഴച്ച ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നു, മോശമായി ജീവിക്കുന്ന ആളാണ്. പെൺകുട്ടികളുമായി ഹോട്ടലിൽ പോയി താമസിക്കുന്നതൊക്കെ എൻ്റെ സാധാരണ പതിവായിരുന്നു. അങ്ങനെ ഞാൻ പതിവായി പോകുന്ന ഒരു പെൺകുട്ടിയുമായി ഒരു ഹോട്ടലിൽ ഒരു മുറി എടുക്കാൻ വേണ്ടി ചെന്നു. അന്ന് അവിടെ ചെല്ലുമ്പോൾ ആ റിസപ്ഷനിസ്റ്റ്, റൂം തരേണ്ട പുള്ളിക്കാരൻ ഇരുന്ന് കരയുന്നു. പുള്ളിക്കാരൻ ഒരു പ്രസന്ന മനസ്സോടെയാണ് ഇരിക്കേണ്ടത്. നമ്മളെയൊക്കെ കണ്ട പ്രസന്ന മനസ്സോടെയാണ് ഇരിക്കേണ്ടത്. സഭായോഗത്തിന് ഇങ്ങോട്ട് വരാൻ വഴി എവിടെയാന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പുള്ളി നമ്മളെ തൊഴിച്ചേച്ച് വേറെ എവിടെയെങ്കിലും പോകും. ഒരു പ്രസന്ന മനസ്സോടെ വേണം. റിസപ്ഷനിസ്റ്റൊക്കെ അങ്ങനെ വേണം, അല്ലേ അവൻ്റെ പണി പോവും. ഈ എന്തുകൊണ്ടിരുന്ന് കരയുന്നു. അങ്ങേരുടെ അടുക്ക ചെന്നുടനെ, കരയുന്നത് കണ്ടുകൊണ്ട് അടുത്ത് ചെന്നുടനെ അയാൾ ഒരു സോഫയിലോട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങോട്ടൊന്ന് ഇരിക്കാൻ പറഞ്ഞു. ഇയാളും കൊണ്ടുവന്ന പെൺകുട്ടിയുമായി വന്ന് ആ മേശയിലോട്ട് ഇരിക്കാൻ തുടങ്ങി, ആ സോഫയിലോട്ട് ഇരിക്കാൻ തുടങ്ങി. അയാൾ കൂട്ടുകാരിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ അവൾ കരയുന്നു. ഇതെന്തോ സംഭവിക്കുന്നേ? ഇയാളുടെ അകത്തും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നൊരു തോന്നൽ. ആ പെൺകുട്ടി ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, മടങ്ങിപ്പോകാൻ എന്നെ അനുവദിച്ചാൽ നല്ലത്. നമ്മൾ ഈ കാണിക്കുന്നത് തെറ്റാ, പാപമാണ്. ഇവിടം വരെ വന്നേച്ചെങ്ങനെ തിരിച്ചു പോകുന്നു ഇയാൾക്കും അറിയാൻ വയ്യ. അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി സോഫകളിലേക്ക് നോക്കുമ്പോൾ, അങ്ങോട്ട് നടക്കുമ്പോൾ സോഫയിലിരിക്കുന്നവരുടെ മുഖം കാണത്തില്ല. റിസപ്ഷനിസ്റ്റിൻ്റെ അടുക്കുന്ന പുറത്തോട്ട് തിരിഞ്ഞ് സോഫകളിലേക്ക് ഇരിക്കാൻ പോകുമ്പോൾ ഇരിക്കുന്ന എല്ലാവരും കരയുന്നു. മനസ്സിലാകുന്നുണ്ടോ? ആ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരിക്കുന്നവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുക. റിസപ്ഷൻ ഹാളിൽ വന്നിരുന്നു. ഇയാളുടെ കൂടെ വന്ന പെൺകുട്ടിയും കരയുന്നു. അങ്ങനെ പറഞ്ഞ് എൻ്റെ മനസ്സ് തകരുന്നുണ്ട്. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ, ഞാൻ ചുരുക്കുകയാണ്, ആ ഹോട്ടലിൻ്റെ എലിവേറ്റർ, മേളിലോട്ട് അങ്ങോട്ട് പോകുന്ന ലിഫ്റ്റ് എലിവേറ്റർ തേണ്ട വന്ന് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് നിന്നു. വെളിയിലോട്ട് ഇറങ്ങി വരുന്നത് കാതറിൻ കുൽമനാ. കുൽമൻ ഹോട്ടലിൻ്റെ 3ാമത്തെ ഫ്ലോറിൽ താമസിച്ചിരുന്ന കാലത്ത് കാരണത്താൽ തന്നോടുകൂടെ വ്യാപരിച്ച ദൈവസാന്നിധ്യമാണ് ഈ ആളുകൾക്ക് പാപബോധം. ഇയാൾ പറഞ്ഞ, ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടതാ. കുൽമൻ്റെ പ്രസംഗത്തിലല്ല, കുൽമൻ്റെ സാന്നിധ്യത്തിൽ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ തലമുറയ്ക്കൊരു കാതറിൻ കുൽമൻ ഉണ്ടായിരുന്നു. ഈ തലമുറയ്ക്ക് ആരുണ്ട് അവർ തിരിച്ചു വരത്തില്ല? ഈ തലമുറയ്ക്ക് ആരുണ്ട് ഒരു മാതൃക പറയുവാൻ? നമ്മിൽ ചിലർ കാണുമോ? നമ്മിൽ ചിലരിൻ്റെ അടുത്തൂടെ വരുമ്പോൾ ചില സംഭവങ്ങൾ നടക്കട്ടെ, ചിലത് ദൈവസാന്നിധ്യം തിരിച്ചറിയട്ടെ. നമ്മിൽ ചില മാതൃകകൾ വേണം. നമ്മുടെ ഇടയിൽ നിന്നും ചില മാതൃകകൾ വേണം. യോങ് ചാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ചരിത്രം നിങ്ങളിൽ ചിലർ കേട്ട് കാണും. കമ്മ്യൂണിസ്റ്റ് റഷ്യ പൊട്ടുന്നതിന് തൊട്ട് മുമ്പേ, ഞാനിവിടെ ഒരു പ്രാവശ്യം ആവർത്തിച്ചതാ, കമ്മ്യൂണിസ്റ്റ് റഷ്യ പൊട്ടുന്നതിന് തൊട്ട് മുന്നമേ പൊട്ടുന്ന വർഷം ഒരു സർവ്വമത സമ്മേളനം വിളിച്ചു. അതിൽ യോങ് ചാവിനെയും വിളിച്ചിരുന്നു. താൻ ചോദിച്ചു, പരിശുദ്ധാത്മാവേ ഞാൻ പോകണമോ? ദൈവാത്മാവ് പറഞ്ഞു, നീ അവിടെ പോകേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞു, ദൈവം ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചാൽ അവരെന്നെ അറസ്റ്റ് ചെയ്യും. തെളിയിക്കാൻ കഴിയാതെ പോയാൽ അത് അങ്ങയ്ക്ക് നാണക്കേടാ. ആ സാഹചര്യത്തിൽ ഞാൻ പോകണോ? പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പോകുക. അങ്ങനെ അദ്ദേഹം എത്തി. വലിയ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട മതനേതാക്കന്മാരെല്ലാം ഉണ്ട്. ഗോർബച്ചോവ് പേഴ്സണലി എഴുന്നേറ്റും തൻ്റെ ആളുകൾ ചേർന്ന് എഴുന്നേറ്റും ഒക്കെ പറഞ്ഞു, ദൈവമെന്നൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. അല്ല, ദൈവമുണ്ടെന്ന് ആർക്കെങ്കിലും തെളിയിക്കാമെങ്കിൽ, ദൈവത്തെ ഒന്ന് കാണിക്കാമെങ്കിൽ ഉപകാരമാണ്. പരിശുദ്ധാത്മാവ് യോങ് ചാവിനോട് പറഞ്ഞു, പറ, അത് തെളിയിക്കാമെന്ന് പറ. അദ്ദേഹം പറഞ്ഞു, ഈ പഴയ പറഞ്ഞത്, കർത്താവേ ഞാനിത് തെളിയിച്ചാൽ ഇവന്മാർ എന്നെ അറസ്റ്റ് ചെയ്യും. അത് തെളിയിച്ചില്ലെങ്കിൽ അങ്ങയ്ക്ക് നാണക്കേടാ, ഞാൻ പറയണോ? എഴുന്നേരെ. അദ്ദേഹം എഴുന്നേറ്റത് പറഞ്ഞു. ഗോർബച്ചോവ് പറഞ്ഞ വാചകം, ഒരു ദൈവത്തെ നീ ഇവിടെ കൊണ്ടുവന്ന് തെളിയിക്കുമെങ്കിൽ ഇന്നു മുതൽ റഷ്യ ഇല്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, റഷ്യ വേണ്ട, പക്ഷെ ഞാൻ ദൈവത്തെ തെളിയിക്കാൻ പോകാം. അവിടെ ഇരുന്ന് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, എങ്കിൽ ഇന്നു മുതൽ കമ്മ്യൂണിസം ഇല്ല. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അതൊരു പ്രവചനമായി മാറട്ടെ, ഞാനിത് തെളിയിക്കാൻ പോകുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഹോം മിനിസ്റ്ററുടെ ക്ലോസ് റിലേഷൻ ഒരാൾ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നവനെ കൊണ്ടുപോവാ, ദൈവം അവനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. വാ, അദ്ദേഹം ചത്തോന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ആ സ്ഥിതി കിടക്കുക. അവർ പറഞ്ഞു, അത് തെളിയിക്കാമെങ്കിൽ കാണട്ടടാ. പെട്ടെന്ന് ആള് പോയി, തേണ്ട ആംബുലൻസ് വന്നു, ഈ മനുഷ്യനെ കൊണ്ടുവന്നു, തന്നെ സ്റ്റേജിലേക്ക് കൊണ്ട് കിടത്തി. സ്ട്രെച്ചറിലാണ്, ഓക്സിജൻ ഉണ്ട്, ആൾ തീരുക, ഈസ് ക്ലോസിങ്.
ആ സാഹചര്യത്തിലാണ് പരിശുദ്ധാത്മാവ് യോങ്കിച്ചവനോട് പറഞ്ഞത്, എഴുന്നേറ്റുവാൻ അദ്ദേഹത്തോട് പറ. യോങ്കിച്ചവ് പറഞ്ഞു, യേശു ഇവിടെ ഉണ്ട്, വന്നിട്ടുണ്ട്, ദൈവമുണ്ടെന്നും യേശുവുണ്ടെന്നും തെളിയേണ്ടതിന് ഈ മനുഷ്യൻ എഴുന്നേറ്റ് പോകാം. 4-ാമത്തെ മിനിറ്റിൽ അയാൾ എഴുന്നേറ്റു. ചുരുക്കട്ടെ, ആ വർഷം റഷ്യ പൊട്ടി. പിറ്റേ വർഷത്തേക്ക് റഷ്യ ഇല്ലായിരുന്നു. ആ വർഷം റഷ്യ തീർന്നു, കമ്മ്യൂണിസം തകർന്നു. ചിലത് തെളിയിക്കുവാൻ ഈ തലമുറയ്ക്കൊരു യോങ്കിച്ചവ് ഉണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് ചിലർ എഴുന്നേൽക്കുമോ? ദൈവനാമത്തിൽ ചിലത് പറയുവാൻ, ചില സാക്ഷ്യങ്ങളായി മാറുവാൻ നമ്മിൽ ചിലരെ ദൈവത്തിന് വേണം. ദൈവം നമ്മിൽ ചിലരെ പ്രതീക്ഷിക്കുന്നു. നമുക്കതിനു വേണ്ടി വരുവാൻ കഴിയുമോ? ഇനിയും പൗലോസിൻ്റെ അനുഭവത്തിലൂടെ പോകുന്ന കാര്യമാണ്. എഴുതിയതിന് മേതെ ഭാവിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ലോക്കൽ സഭ എന്ന ബന്ധത്തിൽ ഞാൻ 1-ാമത്തെ ആശയം പറഞ്ഞു, ദൈവത്തെ തെളിയിക്കുവാൻ നമുക്ക് കഴിയണം. 2, ലോക്കൽ സഭ എന്ന ബന്ധത്തിൽ നാം എങ്ങനെ പെരുമാറണം എന്നറിയേണ്ടതിന് കർത്താവ് നമ്മെ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. കൃപാവരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇരിക്കുക, ഒരു വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഏൽപ്പിക്കപ്പെടുകയാ. ദൈവം 2012 മുതൽ തരുവാൻ പോകുന്ന ശക്തിയേറിയ വലിയ വളർച്ചയുടെ നാന്ദിയായി ദൈവം നമ്മെ ഈ ദിവസങ്ങളിൽ ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. അതിനാവശ്യമുള്ള കൃപകൾ പ്രാപിക്കുവാൻ ഇവിടെ തന്നെയല്ല, എല്ലായിടത്തും പാസ്റ്റർ മോഹൻ ആ ഏരിയയിലും ഒരു ശക്തിയേറിയ വ്യാപാരം ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അങ്ങിവിടെ നിന്ന് പ്രാപിച്ചുകൊണ്ട് പോകുന്നത് അതൊരു കത്തലായിരിക്കും. ആ തീ പടർന്ന് കത്തിയിരിക്കും. ഒരു ശക്തിയേറിയ വ്യാപാരം പല ഇടങ്ങളിലേക്ക് വ്യാപരിക്കും. വിഭിന്ന ഇടങ്ങളിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നവർ, ബethel-ന്റെ ലോക്കൽ മെമ്പേഴ്സ് അല്ലാതെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നവർ ദയവായി ഒന്ന് എഴുന്നേക്കാമോ? എത്ര പേരുണ്ട് ബethel-ന്റെ മെമ്പേഴ്സ് അല്ലാതെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നവർ? ആരെല്ലാം ഉണ്ട്? ദയവായിട്ടൊന്ന് എഴുന്നേറ്റാട്ടെ. പരിശുദ്ധാത്മാവ് ഒരു പകർച്ച ചില ഇടങ്ങളിലേക്ക് കൊടുത്തയക്കുവാൻ നമുക്ക് ഈ പ്രിയപ്പെട്ട ഉള്ളവർ എഴുന്നേറ്റു. ബethel-ന്റെ മെമ്പേഴ്സ് അല്ലാതെ ഇവിടെ വന്നിരിക്കുന്നവരൊന്ന് എഴുന്നേറ്റു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീ ഇതിനകത്തേക്കൊന്ന് കത്തിപ്പടർന്നാൽ, ഒരു എണ്ണയുടെ പകർച്ച ഇതിനകത്ത് കത്തിപ്പടർന്നാൽ അർഹിക്കുന്ന ചിലരുടെ മേൽ അത് പകരപ്പെടുകയും ഒരാഗ്നി ഇവിടെ നിന്ന് വ്യാപരിക്കുകയും ചെയ്യുവാൻ ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വയൽ ഏതായാലും അത് ദൈവത്തിൻ്റെതാകയാൽ, ഒരു വലിയ വയലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാം കർത്താവിന് വേണ്ടി വിത്ത് വിതയ്ക്കുന്നവരാകയാൽ, ആ വിത്ത് നിങ്ങൾ ചെല്ലുന്ന ഇടങ്ങളിൽ, ആ അഗ്നി നിങ്ങൾ ചെല്ലുന്ന ഇടങ്ങളിൽ കത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. നിങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിച്ചിരിക്കും. ദയവായിരുന്നാലും ഒരു വലിയ പകർച്ചയാണ് നാം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നാം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. തന്നെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ആ ഭാഗങ്ങളിലേക്ക് ഞാനിന്ന് പോട്ടെ. അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കാം. 4:7. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? വായിച്ചു. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരുമായി. അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണു എങ്കിൽ കൊള്ളായിരുന്നു. നിൽക്കട്ടെ, ഒരു പകർച്ച പകരുന്നതിന് മുന്നമേ പരിശുദ്ധാത്മാവിന് ചോദിക്കുവാനുള്ള ചില ചോദ്യങ്ങൾ പൗലോസ് ചോദിച്ചത്, അല്ലെങ്കിൽ പൗലോസിലൂടെ വന്നത് ഇന്ന് മുൻപിലേക്ക് വെക്കുവാൻ താല്പര്യപ്പെടും. ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പ്രത്യേക കാര്യത്തിൽ, ഒരു പ്രത്യേക വിഷയത്തിൻ്റെ മുമ്പിൽ എന്നോടും പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു കാര്യമാണ്. ഇന്ന് ചാൾസ് ബ്രദർ 1 തൊട്ട് അതിൻ്റെ പകുതി തൊട്ടു. വേദപുസ്തകത്തിൽ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരായി 2-3 വ്യക്തികളെ കാണാം. ടോപ്പ് മോസ്റ്റ് പൗലോസിനെ കാണുന്നത്. എന്നാൽ യേശു നേരിട്ട് സാക്ഷ്യം പറഞ്ഞ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പത്രോസിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞെങ്കിൽ, പത്രോസിന്റെ മേൽ പണിയുമെന്നല്ല, താൻ ഏറ്റെടുത്ത വെളിപ്പാടാകുന്ന പാറമേൽ, ക്രിസ്തു എന്ന പാറമേൽ പത്രോസിന് ഒരു പ്രധാന സ്ഥാനം കൊടുത്തുകൊണ്ട് ക്രിസ്തു സംസാരിച്ചതിനാൽ പൗലോസിൻ്റെ ഏറെക്കുറെ തുല്യത പത്രോസിനുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ, ഭരണകാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമായി നിന്നത് യാക്കോബ് അപ്പോസ്തലനാണ്. അങ്ങനെയാണെങ്കിൽ തൂണുകളായി എണ്ണപ്പെട്ട ഈ 2-3 വ്യക്തിത്വങ്ങളുണ്ട്. യോഹന്നാനും ഉണ്ട്, ഒട്ടും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞേ. എന്നാൽ ടോപ്പ് മോസ്റ്റ് സ്ഥിതിയിൽ നിന്ന് 2 പേരുണ്ട്, പത്രോസും പൗലോസും. അതിനകത്ത് ആർക്കും സംശയമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ പരിശുദ്ധാത്മാവ് എന്നോട് ഈ ഒരു ആശയം എൻ്റെ ഹൃദയത്തിൽ തന്നു. ഇവർ 2 പേരും കൂടെ ഒരേ വിഷയത്തെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. മനസ്സിലായോ? പത്രോസ് തൊടുന്ന ഏരിയയിൽ പൗലോസ് അധികം പോകാറില്ല, പൗലോസ് തൊടുന്ന ഏരിയയിൽ പത്രോസ് അധികം പോകാറില്ല. ഇവർ 2 പേരും കൂടെ തൊട്ട ചില ഏരിയ ഉണ്ട്, അത് ഗൗരവമാണെന്ന്. നമ്മുടെ യോഗ്യമായ നടപ്പ്, ദൈവസന്നിധിയിലെ ഭക്തിയുള്ള ജീവിതം, അത്രയും പറഞ്ഞ് ഇപ്പം ഞാൻ അവിടെ നിന്ന് മാറുക. ഈ 2 പേരും ഒരുമിച്ച് തൊട്ട ചില ഏരിയയാണ്. ഇന്ന് ആ ഏരിയകളിൽ നമുക്ക് ഗൗരവമുണ്ട്. ഞാൻ മടങ്ങി വരട്ടെ. വിശുദ്ധ പൗലോസ് സഭയുടെ പണിയെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ആരുടെ കാര്യമാണ്? കൊരിന്ത്യരുടെ കാര്യമാണ്. കാര്യം കൊരിന്ത്യർക്ക്
വിദ്യാഭ്യാസമുള്ളവരായിരുന്നു, കൊരിന്ത്യർക്ക് കഴിവുള്ളവരായിരുന്നു, കൊരിന്ത്യരോട് പറഞ്ഞത് അവർ ഏറ്റെടുത്തു, കൊരിന്ത്യരോട് പറഞ്ഞത് അവരെ അംഗീകരിച്ചു. അവരുടെ കഴിഞ്ഞ ദിവസം പാസ്റ്റർ റെയ്സൺ തോമസ് പറഞ്ഞതുപോലെ അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുകൾ പൊട്ടിച്ച് അവർ ദൈവകൃപയിലായി. ദൈവം കൾച്ചറിന് വിരോധിയാണോ? അല്ല. പക്ഷേ ദൈവപ്രമാണത്തിന് വിരോധമായ കൾച്ചറിന് ദൈവം മഹാവിരോധിയാണ്. ദൈവത്തിൻ്റെ പ്രമാണത്തിന് വിരോധമായ ചില കൾച്ചറുകൾ അവർക്കുണ്ടായിരുന്നു. ഒന്ന്, ബഹുഭാര്യത്വം അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു. പൗലോസ് പറഞ്ഞു, അങ്ങനെയുള്ളവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളക. ഇവിടുത്തെ കൾച്ചറാണെന്നുള്ളത് എനിക്ക് വിഷയമല്ല, അത് ദൈവത്തിൻ്റെ പ്രമാണത്തിന് വിരോധമാണ്. എന്താണ് പിന്നെ ആ പോർഷനിലൂടെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നല്ലോ. മനുഷ്യവർഗത്തെ ആദ്യമായി പിശാച് അപഹരിച്ചതും നശിപ്പിച്ചതും ലൈംഗിക അപബന്ധങ്ങളിലാണ്. ഞാൻ അങ്ങ് മാറുക അവിടുന്ന്, ഇന്ന് അങ്ങോട്ട് എനിക്ക് പോകാൻ സമയമില്ല. നശിപ്പിച്ചത് അവിടെയാണ്. എല്ലാ കാലത്തും അത് ശക്തിയോടെ ആഞ്ഞടിക്കുമ്പോൾ ഇതിന് ഇരകളായി 10,000 വീണിട്ടുണ്ട്, ജനലക്ഷങ്ങൾ വീണിട്ടുണ്ട്. എന്നാൽ ഇത് അവരുടെ കൾച്ചറാ, അതുകൊണ്ട് കുഴപ്പമില്ലെന്നൊരു ധാരണയുണ്ട്. പൗലോസ് പറഞ്ഞു, അങ്ങനെയുള്ളവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളാ, ഇതിനകത്തത് പാടുള്ളതല്ല, ഇറ്റ്സ് നോട്ട് പെർമിറ്റഡ്. 2, മദ്യപിക്കുന്നത് അവരുടെ പണിയാ, അവരുടെ സാധാരണ പതിവാ. പക്ഷെ പൗലോസ് കൊരിന്ത്യരോട് വിളിച്ചു പറഞ്ഞു, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കൾച്ചർ അല്ല എനിക്ക് വിഷയം, ക്രിസ്തുവാണ് എനിക്ക് വിഷയം. വളരെ ഗൗരവമായി താൻ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ പഠിപ്പിച്ചു വന്നപ്പോൾ ഏറ്റെടുക്കുന്നവർ ഏറ്റവും വേഗത്തിൽ ഏറ്റെടുത്തു. പക്ഷേ മറക്കരുത്, ഇവരെല്ലാം സ്വയം കഴിവുള്ളവരാ. ഇനി 7-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? നിൽക്കട്ടെ, നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? സഭയ്ക്കകത്ത് വന്നു ഇരുന്നു. വരുമ്പോൾ വെറും കൊരിന്ത്യനായിട്ടാണ് വരുന്നത്, അതിനേക്കാൾ കവിഞ്ഞൊന്നുമില്ല. വെറും കൊരിന്ത്യനായിട്ടാണ് വരുന്നത്. അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ചിന്ത, അവിടുത്തെ വിദ്യാഭ്യാസം, അവിടുത്തെ നടപ്പ്. പക്ഷേ ഇതിനകത്ത് വന്നു താങ്കൾ വിശേഷിപ്പിക്കപ്പെട്ടു. ഇതിനകത്ത് ഞാൻ വരുമ്പോൾ, നമ്മിൽ ഓരോരുത്തരും വരുമ്പോൾ നമ്മൾ വെറും നാട്ടുകാരായിട്ടാണ് വരുന്നത്. എന്നാൽ ഇതിനകത്ത് വന്നു പലതും നമുക്ക് വിശേഷമായിട്ടുണ്ട്. ഇന്നെനിക്ക് പ്രസംഗിക്കാൻ അറിയാം, ഇന്നെനിക്ക് പാടാൻ അറിയാം, ഇന്നെനിക്ക് ഇരിക്കാൻ അറിയാം. പലർക്കും അറിഞ്ഞുകൂടാ കേട്ടോ. പലർക്ക് ഇരിക്കാൻ അറിയത്തില്ല. കാല് രണ്ടും കസേരയിലോട്ട് കയറ്റി വെച്ചിരിക്കുന്നവർ കാണും, അല്ലേ? ഇരിക്കുന്നവന്ന് നോക്കിക്കോണം. നോർത്ത് ഇന്ത്യയിൽ കൂടെ ഒക്കെ പോകുന്ന ബസ്സിൻ്റെ സീറ്റേ കാലെടുത്ത് വെച്ച് കയറി ഇരിക്കുന്ന പാർട്ടിയുണ്ട്. ഇരിക്കാൻ അറിയാൻ വയ്യായിരുന്നു, കസേരയിൽ ഇരിക്കാൻ അറിയാൻ വയ്യായിരുന്നു, തറയിൽ ഇരിക്കാൻ അറിയാൻ വയ്യായിരുന്നു, നടക്കാൻ അറിയാൻ വയ്യായിരുന്നു, സംസാരിക്കാൻ അറിയാൻ വയ്യായിരുന്നു. ഇന്ന് കൃപയാൽ നമ്മളെല്ലാം മോഡറേറ്റായി മാറി. പലതും നമുക്കറിയാം, ഇടപെടാൻ അറിയാം, ഒരാളിനെ കണ്ട ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ അറിയാം. പണ്ട് വൈരാഗ്യത്തോടെ മാത്രം നോക്കുന്നവൻ ഇന്ന് സന്തോഷത്തോടെ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ അറിയാം. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ വേറൊന്നുമില്ല. ദൈവസഭയിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ഐ ഗോ ഓൺ ഇറ്റ്. ദൈവസഭയിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. സ്തോത്രം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഇവിടെ ചർച്ച വന്ന് കയറുമ്പോഴല്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കൊച്ചു സൂട്ട് കേസിനകത്ത് നിറച്ചിടാൻ വസ്തു എൻ്റെ ഇല്ലാഞ്ഞുകൊണ്ട് എൻ്റെതാ ഒരു വെയർ ഡ്രസ്സും എൻ്റെ ബൈബിളും ഒരു വെയർ ചെരുപ്പുമായിരുന്നു എൻ്റെ കൊണ്ടുവരാനുണ്ടായിരുന്നത്. വേറൊന്നും ഇല്ലായിരുന്നു. ഒരു സൂട്ട് കേസിനകത്ത് നിറച്ചെടുക്കാൻ അതില്ലാഞ്ഞതുകൊണ്ട് കിടികിടിയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന പരുവത്തിനാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പോട്ടപ്പാ, ഞാൻ ചർച്ച് വരുന്നതിനേക്കാൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അതിനേക്കാൾ ഒരുപാട് മേളിക്കേറി. ഇത് സ്വന്തമല്ല, ലഭിച്ചതെന്ന് മറക്കരുത്. പൗലോസിനോട് ഇറങ്ങി വരിക. സഭയ്ക്കൊരു കെട്ടുറപ്പ് വേണമെങ്കിൽ, സഭയ്ക്കൊരു പണി നടക്കണമെങ്കിൽ മനസ്സിലാക്കുക, ലഭിച്ചതല്ലാതെ വേറൊന്നുമില്ല എന്ന് അറിയുക. നിനക്കെന്ത്? നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്നുപോലെ പ്രശംസിക്കുന്നത് എന്ത്? ഞാൻ ആരാന്നറിയാമോ? എനിക്ക് എന്നാ ഉണ്ടെന്നറിയാമോ? ലഭിച്ചതാണെങ്കിൽ ലഭിച്ചതല്ല എന്ന ചിന്തയിൽ പ്രശംസിക്കുന്നത് എന്ത്? കാര്യങ്ങളെ തൊടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 1 ലക്ഷം രൂപ കടമുള്ളവൻ, 2 ലക്ഷം രൂപ കടമുള്ളവൻ, 10 രൂപ സമയത്തിന് എടുക്കാൻ ഇല്ലാഞ്ഞവൻ, ഒരു ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയാൽ അന്നത് തറപ്പിക്കാൻ കഴിവില്ലാത്തവൻ, സൈക്കിളിൻ്റെ കാറ്റ് പോയാൽ പഞ്ചറൊട്ടിക്കാൻ അടിയൊക്കത്തൊന്ന് കടം വാങ്ങിക്കണ്ടവൻ, 10,000 രൂപ കയ്യിലായപ്പോൾ നിനക്കറിയാമോ ഞാൻ ആരാ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്നതുപോലെ പ്രശംസിക്കുന്നത് എന്ത്? എന്നോടാ. ഞാൻ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടിയാൽ 4 വിരൽ ഇങ്ങോട്ട് ചൂണ്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നോടാ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്നെ ഒന്ന് ചൂണ്ടിക്കുക. അപ്പം 4 വിരൽ നിങ്ങളെയും ചൂണ്ടട്ടെ. ഞാൻ ഇന്ന് അങ്ങോട്ട് ചൂണ്ടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4 വിരൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. നിങ്ങളെല്ലാം എന്നെ ഒന്ന് ചൂണ്ടിക്കൂ. നിൻ്റെ കാര്യമാടാ, എന്നോട് പറ.
അപ്പം 4 പേരല്ല അവരോരോ ചൂണ്ടും. നമുക്ക് അന്യോന്യം കറക്റ്റ് ചെയ്യാം, നമുക്ക് അന്യോന്യം പണിയാം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കൃപ അവരെ ഉണ്ടെന്ന് പറയാതെ, ചുമ്മാ കളിപ്പീര് കാണിക്കാതെ, വേണ്ടാത്തത് പറയാതെ, ഒരു വിടുതൽ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം വിടുതലാന്ന് പറയാതെ, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കാതെ, ഇവിടെ എഴുതിയതിന് മീതെ ഭാവിക്കാതെ, ദൈവം എനിക്ക് എന്ത് വിധിച്ചു, ആ എഴുതിയതെന്നുള്ളത് വിധിച്ചു എന്നൊരർത്ഥമുണ്ട്, അതിന് മുകളിൽ ചിന്തിക്കാതെ എനിക്കെന്തുണ്ട് എന്നൊന്ന് സ്വയം ചിന്തിക്കുന്നതിന് സ്തോത്രം. പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നരായി. 8-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. ഇന്ന് എനിക്ക് ജീവിക്കാനായി, ഇനി എനിക്ക് സഭയുടെ ആവശ്യമില്ല. പറ, ഞാൻ വന്നത് ഇവിടം വരെയാ. ഞാൻ വരുമ്പോൾ എന്നായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കാര്യമാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് ഗൗരവമായി ശ്രദ്ധിച്ചോണം. ഞാൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് വളരെ പേഴ്സണലായി അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ബിസിനസ് ചെയ്ത് പൊട്ടി, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, കുടുംബജീവിതം തകർന്ന്, കള്ളുകുടിച്ച് നശിച്ച്, ജീവിതം മുന്നോട്ട് പോകാൻ മാർഗമില്ലാതെ, അടിപിടി കൊണ്ടിരിക്കാൻ വയ്യാതെ തകർന്ന സാഹചര്യങ്ങളിൽ അകത്തു വന്ന പലതിനെ തമ്പുരാൻ പണിതു. സ്വർഗത്തിൻ്റെ കലവറ തുറന്നു, നിക്ഷേപങ്ങൾ തുറന്നു, സ്ഥലം പോരാതെ വരുവോളം തമ്പുരാൻ അകത്തേക്കൊരു പകർച്ച പകർന്നു. സ്തോത്രം. 22 അംഗങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ തമ്പുരാൻ എന്നെ ഇതിനകത്ത് കൊണ്ടുവന്നു. ഇന്ന് 3 ഏക്കർ ശിഷ്ടമുണ്ടായിട്ട് സ്ഥലം തികയുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് എൻ്റെ വായിൽ നിന്ന് വരികയാ. അതിൻ്റെ അർത്ഥം ഞാൻ പറയാൻ വരുന്നത്, എനിക്കുണ്ടടാ, ഞാൻ ചെയ്തടാ എന്നല്ല. കർത്താവേ, ഇത് ലഭിച്ചത് ഇവിടെ നിന്നാണ്, എനിക്ക് നന്നായി അറിയാം. ലജ്ജയില്ലാതെ ഞാൻ എൻ്റെ സാക്ഷ്യം തുറന്നു പറയുന്നയാളാ. ലജ്ജയില്ലാതെ ഞാൻ എൻ്റെ സാക്ഷ്യം തുറന്നു പറയുന്നയാളാ. ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന് തോന്നുന്നത് എന്ത്? ഞങ്ങളെ കൂടാതെ നിങ്ങൾ തൃപ്തരായി. ഇനി ആരോടും ചോദിക്കാനില്ല. ഐ എം ഓക്കെ. എല്ലാവരുടെ ബുക്കിൽ അങ്ങനെ തന്നെ അല്ലയോ എന്നൊന്ന് ഗൗരവമായി നോക്കണം. അല്പം ലൈറ്റ് ഉണ്ടല്ലോ, കാണാമല്ലോ. മോനെ ഒന്നുകൂടെ വായിച്ചേ. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. പല രാജ്യങ്ങളിലും യാത്ര ചെയ്യാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഈ ചർച്ച് മുഖേന എൻ്റെ സാമ്പത്തിക ഇടപെടലുകളിൽ ഞാനത് ഓർക്കാറുണ്ട്. ഏറിയെല്ലാം തൊട്ടുക, ഒരു ആർക്കെങ്കിലും മാതൃകയാകാൻ, ഒത്ത മാതൃകയാകാൻ. ഇന്ത്യൻ എയർഫോഴ്സ് ഞാനായിരുന്ന സമയത്ത് ഒരു ഫോറിൻ കോഴ്സിന് വേണ്ടി എന്നെ അമേരിക്കയിൽ അയച്ചു. അവിടെ ട്രെയിനിങ് തന്ന ആളുകൾ നല്ല മാർക്ക് വാങ്ങിച്ചതുകൊണ്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ തന്നു. ഒരു ടൈപ്പിന്, തയ്യെ കുത്തുന്ന ഒരു ടൈപ്പിന്, ടൈ തന്നില്ല, ടൈപ്പിന് തന്നു. ഒരു കളർഫുൾ വൺ, ഒരു ടൈപ്പിന് തന്നു. കുറച്ച് പുസ്തകങ്ങൾ ഗിഫ്റ്റായിട്ട് തന്നു, ടെക്നിക്കൽ ബുക്സ്. ഞങ്ങൾ തിരിച്ച് എയർ ക്വാർട്ടേഴ്സിൽ മടങ്ങി വന്നു. കോഴ്സ് കഴിഞ്ഞ് എയർ ക്വാർട്ടേഴ്സിൽ മടങ്ങി വന്നപ്പോൾ ഡീബ്രീഫിങ്ങിന് വിളിച്ച കൂട്ടത്തിൽ ചോദിച്ചു, ഗിഫ്റ്റായിട്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? ഇതിലെല്ലാത്തിലും എൻ്റെ പേരെഴുതിയ തന്നെ എനിക്ക് തന്നത്. ഓരോരുത്തർക്ക് കൊടുത്ത് അവരവരുടെ പേരെഴുതിയ. ഞങ്ങൾ പറഞ്ഞു പേഴ്സണൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അന്ന് ഞങ്ങളെ ഡീബ്രീഫിങ്ങിന് വിളിച്ച സാറ് ചോദിച്ച ഒരു ചോദ്യം എൻ്റെ ഓർമ്മയിലുണ്ട്. നിൻ്റെ അപ്പനെ പരിചയമുള്ളതുകൊണ്ടാണോ ഗിഫ്റ്റ് തന്നെ അവിടുന്ന്? പട്ടാളത്തിൻ്റെ ഭാഷയാണേ. നിൻ്റെ അപ്പനെ പരിചയമുള്ളതുകൊണ്ടാണോ ഗിഫ്റ്റ് തന്നെ? അതിന് നിന്നെ വിട്ടത് എയർഫോഴ്സാണ്. അപ്പോൾ എയർഫോഴ്സിനെ പരിചയം ഉണ്ടായിട്ട് തന്ന ഗിഫ്റ്റ് കൊണ്ടുപോയി ഇവിടെ. സാറേ, ഒരു പുസ്തകം എനിക്ക് തന്നു. ഞാൻ നല്ല മാർക്ക് വാങ്ങിച്ചതിനും, ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചതിനും സെക്കൻഡ് മാർക്ക് വാങ്ങിച്ചതിനും 2 പേർക്ക് കൊടുത്തതാ. ദ ഫസ്റ്റ് പ്രൈസ് ആൻഡ് സെക്കൻഡ് പ്രൈസ് പേരെഴുതി തന്നതാ. ഞാനിതൊന്നും ചോദിച്ചില്ല. നിൻ്റെ അപ്പനെ പരിചയമുള്ളതുകൊണ്ടാണ് കിട്ടിയത്? അല്ല, എയർഫോഴ്സിനെ പരിചയമുള്ളൂ. ഇവിടെ കൊണ്ടുപോവാ. അതാ ലൈബ്രറി കൊണ്ടുവെക്ക്. നിനക്കും വേണ്ടിയപ്പം വന്ന് വായിച്ചു. നിനക്കാ പ്രൈസ് കിട്ടിയെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്, അതല്ലെന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ ഇവിടെ ടെക്നോളജി അറിയേണ്ടവർക്കൊക്കെ കൂടെ വായിക്കാനുള്ള ബുക്കായിട്ട് അത് ഇരിക്കട്ടെ. പിന്നെ എന്നൊക്കെ കിട്ടി, ഇന്നതൊക്കെ കിട്ടി സാറേ, എല്ലാം ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. ചർച്ചിൽ നിന്ന് ആദ്യത്തെ പ്രാവശ്യം എൻ്റെ വിദേശയാത്രയ്ക്ക് പോയപ്പോൾ എൻ്റെ അകത്തൊരു ചോദ്യം, ലോകത്തിൻ്റെ നീതി അതാണെങ്കിൽ ദൈവമുമ്പിൽ ഞാൻ എന്നാ കാണിക്കണം? ഒരു മാതൃക. ലഭിച്ചതെങ്കിലോ സഭയെ കൂടാതെ തൃപ്തി പ്രാപിക്കാതെ. ആർ യു ഗെറ്റിംഗ് മീ?
കർത്താവിനൊരു കെട്ടുപണി ചെയ്യാനുണ്ട്. ഉറപ്പുള്ള ചിലതിനെ തമ്പുരാൻ വേണം. ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ലെന്ന് തോന്നുമാറ് ഞങ്ങളെ കൂടാതെ നിങ്ങളങ്ങ് തൃപ്തരായി എന്ന് പറയരുത്. നമുക്കൊന്ന് പറയുമ്പോൾ, കർത്താവേ, അങ്ങനെ വിളിച്ച് നിർത്തിയ ഇടത്ത് എല്ലാവരോടും ചേർന്ന് ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ സംതൃപ്തി പ്രകടിപ്പിക്കും. അതിൻ്റെ താഴോട്ട് ഞാൻ പോകത്തില്ല. ഭാവിക്കേണ്ടതിന് മീതെ എടുത്തു കഴിഞ്ഞു, ഇവിടെ തന്നെ എഴുതിയതിനു മീതെ ഭാവിക്കാതിരിക്കേണ്ടതിന്. 8-ാം വാക്യം മുതൽ ഒന്നുകൂടെ വായിച്ചാട്ട് ബ്രദറെ. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി, അയ്യോ നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണു എങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ. കൊരിന്ത്യരെ, നിങ്ങൾ ഇവിടം വരെ വരാൻ കാരണം ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ വില മുടക്കിയതാണ്. ദൈവദൂതന്മാർക്കും ലോകക്കാർക്കും മുമ്പിൽ ഒരുപോലെ ഞങ്ങൾ കൂത്തുകാഴ്ചയായിട്ട് മാറി. അത് നിങ്ങൾ അറിയുന്നില്ല. ഇതിൻ്റെ മുമ്പിൽ ഒരു വില മുടക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. അതിൻ്റെ അർത്ഥം ഞങ്ങൾ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നല്ല. നോ, നമുക്ക് ഒരുമിച്ച് വാഴാം. വാ, വിൽ ഷെയർ ടുഗദർ, വിൽ ലീഡ് ടുഗദർ. ഉള്ളത് നമ്മുടേതാ. ഒരു ഇൻഡിപെൻഡന്റ് ടെൻഡൻസി കൊരിന്ത്യരുടെ ഇടയിലോട്ട് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക, ഇത് ശരിയാകുകയില്ല. വി ഗോ ആസ് എ യൂണിറ്റ്, വി ഗോ ടുഗദർ. ഇന്ന് ഈ ഒരു തീരുമാനത്തിൽ വരുന്നവർക്കായി സ്തോത്രം. താവോട്ട് വായിച്ചാട്ടെ. ദൈവം അപ്പസ്തോലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഇതിൻ്റെ ഈ പുറകിലോട്ട് ഇറങ്ങിയ ചരിത്രങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഞാൻ തൊടുന്നുണ്ടില്ലെന്നല്ല, കാര്യം ആരും മറന്നു പോകാതിരിക്കാൻ, ഞാൻ മറന്നു പോകാതിരിക്കാൻ. ദൈവം നമ്മൾ എവിടുന്ന് വളർത്തി ഇതറിയാവുന്നവർക്കായി സ്തോത്രം. ഒരുപാട് പേരെന്നെ വേണ്ടിയവരും വേണ്ടാത്തവരും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഒരറസ്റ്റും ഒക്കെ നടന്ന് കഴിഞ്ഞേച്ച് 90-ലെ 91-ലെ അറസ്റ്റ് കഴിഞ്ഞ ശേഷം ഒരു എൻക്വയറിക്ക് എന്നെ വിളിച്ചു ചോദിച്ചു, ചർച്ചിൽ ആരൊക്കെയാണ് സ്നാനപ്പെടുത്തുന്നത്? ഒഫീഷ്യലി എൻക്വയറി അറ്റൻഡ് ചെയ്യുക. ഞാൻ മതപരിവർത്തനത്തിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്തതാണ്. ആരൊക്കെയാണ് സ്നാനപ്പെടുത്തുന്നത്? അന്ന് ഞാൻ പറഞ്ഞ വാക്ക് എനിക്കുണ്ട്, ഞാനാ സ്നാനപ്പെടുത്തുന്നത്. പിന്നെ ആരാ സ്നാനപ്പെടുത്തുന്നത്? മറ്റേത് ഞാൻ തന്നെയാണ്. എടാ, നിൻ്റെ ചർച്ചയിൽ നിന്ന് വേറെ ആരൊക്കെ സ്നാനപ്പെടുത്തുന്നുണ്ട്? ഞാൻ പറഞ്ഞു, ഞാനാ സ്നാനപ്പെടുത്തുന്നത് ചർച്ചയിൽ നിന്ന്. വേറെ ആരും നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. വേറെ ആളുകൾ സ്നാനപ്പെടുത്തുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞ പിന്നെ അവരോട് എന്നോട് തന്നെ ചോദിക്കുന്നു. എൻ്റെ ചർച്ചിൽ ആരെങ്കിലും ഒരാൾ സ്നാനപ്പെടുത്തുന്നെങ്കിൽ ഞാൻ ഒരാളിനെ ഏൽപ്പിച്ചത് കൊണ്ടാകാം. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. വേറൊരാളിനെ പിടിച്ചിട്ട് കാര്യമില്ല. യേശു ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്. യേശു ശിഷ്യന്മാരും കൂടെ പോകുമ്പോഴാണ് ഗദസമനയിൽ വെച്ച് പിടിവീഴുന്നത്. യേശു പറഞ്ഞ പദം, നിങ്ങൾ ആരെയെ തിരയുന്നത്? നസ്രായനാകുന്ന യേശുവിനെ. ഇവരെ വിട്ടേക്ക്, ഇവർ പോട്ടെ, ഇവരെ ഉപദ്രവിക്കാതെ, അത് ഞാനാ. ഇവരെ വിട്ടേക്ക്, ഇവർ പോട്ടെ, അത് ഞാനാ. ആ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ കഴിയുമോ? ഇതൊരു ചോദ്യമാണ്. എൻ്റെ ആദ്യത്തെ അറസ്റ്റ് പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സംഭവം കൂടെ ചെറുതായിട്ട് തൊടാനായിട്ടാണ്. എൻ്റെ ആദ്യത്തെ അറസ്റ്റ് പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിടിച്ചോണ്ട് പോയി. നമ്മുടെ സെക്രട്ടറി തന്നെയാണ് വഴി കാണിച്ചു കൊടുത്തത്, വേറെ ആരുമല്ല. യൂദ ഇല്ല, യേശു ഉണ്ടോ? ഇതെല്ലാം ഒരുമിച്ചാണ്. ഓക്കെ. എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. ഞാൻ ഓഫീസിൽ പോകാനായിട്ട് റെഡി ആകുമായിരുന്നു, ഡ്രസ്സ് ചെയ്തിരുന്നു. പക്ഷേ പൈസ പോക്കറ്റിലിടാൻ മറന്നുപോയി. അല്ലേ ഇറങ്ങിയില്ലല്ലോ, അതിന് മുമ്പായിരുന്നല്ലോ. ഒറ്റ രൂപ പോലും എൻ്റെ കയ്യിലില്ല. അവരുടെ ജീപ്പയിൽ എന്നെ കൊണ്ടുപോയത്. ഇൻട്രോഗേഷൻസ് എല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഭയങ്കര ചൂടുമാണ്. ആ ചൂടത്ത് ഉദ്ദേശിച്ച ഒരു 15 ഇവിടുന്ന് 12 കിലോമീറ്ററോളം ദൂരെ വിട്ടേച്ച് പറഞ്ഞ് പൊക്കോളാം. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്ത്, ഇവിടെ കൈ പൈസയൊന്നുമില്ല, എങ്ങനെ വീട്ടിൽ പോകുന്നു? എൻ്റെ പോക്കറ്റിൽ 1 പൈസ പോലും ഇല്ല, ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? വേണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എടുത്ത് വരാം, ഇവിടെ വന്നിട്ട് കൊടുക്കാമെന്ന് പറയാം. അതൊന്നും അന്നേരം തലയിലോട്ട് വന്നില്ല. അത്ര ആലോചിക്കാനുള്ള കഴിവ് അന്നേരത്തെ എനിക്ക് കിട്ടിയില്ല. നടന്നേ പറ്റൂ എന്നാണ് അന്നേരത്തെ ചിന്ത വന്ന കാര്യം. എൻ്റെ പൈസയില്ല, ഇനി നടന്നേ പറ്റൂ. 12 കിലോമീറ്റർ ഞാൻ ഇങ്ങോട്ട് നടക്കുന്ന കൂട്ടത്തിൽ ഒരു പുള്ളി വന്നു. വർഗീസിനെ കണ്ടിട്ട് കുറച്ച് നാളായി. എവിടെ കണ്ടിട്ട് കുറേ നാളായാലും ഭയങ്കര പഴയ സ്നേഹിതനാണ്. ഞാൻ വർത്തമാനം പറയുന്ന മൂഡിലല്ല, അത് അങ്ങേർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്ന് മാത്രം പറഞ്ഞു. അല്ല, എൻ്റെ കുഞ്ഞിന് വേണ്ടിയോ? കുഞ്ഞിനാണെന്ന് തോന്നുന്നു, ഒന്ന് പ്രാർത്ഥിക്കാനുണ്ട്, വീട്ടിലോട്ടൊന്ന് കയറണം. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വേറൊരു വഴിയില്ല, കാര്യം പ്രാർത്ഥിക്കുന്ന മൂഡിലല്ല ഞാൻ. ഇങ്ങനെ വണ്ടി എന്ത് ചെയ്യുന്നത് ഇങ്ങനെ? ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. അല്ല, ഞാനൊന്ന് കാണണമെന്നും കണ്ടിരിക്കുകയായിരുന്നു, വീട്ടിൽ ഒന്നൊന്ന് പ്രാർത്ഥിക്കണം, കുഞ്ഞിന് സുഖമില്ല.
ഒക്കെയിലിടോ അങ്ങ് തീർത്ത് പറഞ്ഞാലോ എന്ന് ഓർത്ത്. കാര്യം എനിക്ക് അതുപോലെ പ്രയാസത്തിൽ വരിക. ഞാൻ എൻ്റെ അപ്പം തിന്നവൻ, എൻ്റെ കൈ കൊണ്ട് വളർത്തിയവൻ, ഇതുവരെ കൊണ്ടുവന്നവൻ സമ്പന്നനായി, ഞാൻ ദണ്ഡിതിനകത്തുമായി. എന്നാ വേണം? പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ആലോചന കയറി വന്നു. യേശുവിൻ്റെ 2 കയ്യിലും പടയാളികൾ പിടിച്ചിരിക്കെ പത്രോസ് വാളെടുത്ത് മഹാപുരോഹിതൻ്റെ കാതുവെട്ടി താഴെ ഇട്ട സമയം യേശു പറഞ്ഞു, ഒന്ന് വിട്, ഇത്രയ്ക്ക് വിട്, ഒരുത്തനെ കൂടെ സൗഖ്യമാക്കട്ടെ. എൻ്റെ അകത്തൊരു ചോദ്യം വന്നു, ആ യജമാനനെയാണ് സേവിക്കുന്നതെങ്കിൽ ഈ പ്രതികൂലത്തിൽ കയറി പ്രാർത്ഥിക്കണമെന്ന്. എൻ്റെ വികാരങ്ങൾ സംഭവം നിയന്ത്രിക്കാൻ കർത്താവ് കൃപ തന്നു. അപ്പം ഞാൻ വരാം, എന്താ അസുഖം, എവിടാ നിങ്ങൾ താമസം? ഇവിടെ അടുക്കലാണ് നീ. വർഗീസിൻ്റെ വണ്ടി എന്തിയേ? അപ്പം ഞാൻ വണ്ടി ഇല്ല, എന്നാ എൻ്റെ വണ്ടിയപ്പം. സന്തോഷം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കുഞ്ഞിന് പ്രാർത്ഥിച്ചു. 2 കുടിക്കാൻ തന്നെ. ഞാൻ പറഞ്ഞു വേണ്ട, ഇന്ന് കുടിക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു. കുറച്ച് നേരം ഉപസിക്കാമെന്നുള്ളൊരു ചിന്തയിൽ. അങ്ങരോട് പിണങ്ങിയൊന്നുമല്ല. വർഗീസ് വണ്ടി കൊണ്ടുവന്നിട്ടില്ല. ഇല്ല, എന്നാൽ ഞാനും കൊണ്ടുവിട്ടേക്കാം. പറഞ്ഞു വലിയ ഉപകാരം. ഗംഗാനഗറിൽ ചർച്ചിൻ്റെ മുമ്പിൽ കൊണ്ടുവിടുമ്പോൾ ശങ്കരൻ ബ്രദർ അവിടെ ഉണ്ട്. എനിക്ക് ഒരിക്കലും മറക്കാൻ ഒക്കെയില്ല. കരഞ്ഞുകൊണ്ട് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ആരൊക്കെയോ വില മുടക്കുക, മറക്കല്ലേ. എൻ്റെ ഭാഗം വില മുടക്കാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നെന്ന് പറയുവാൻ ചിലർക്കൂടെ കഴിയൂ. യേശു മുടക്കിയ വില മുടക്കാൻ ഒരിക്കലും എം എ ബ്രീസിനെ വിളിച്ചിട്ടില്ല. നോ, അത് യേശുവിൻ്റെ വകയാണ്. ഞാൻ മുടക്കുന്ന വില മുടക്കാൻ നിങ്ങളിലൊരാളിനെ വിളിച്ചിട്ടില്ല. അത് എൻ്റെ വകയാണ്. നിങ്ങളിലൊരാൾ മുടക്കുന്ന വില മുടക്കാൻ എന്നെ വിളിച്ചിട്ടില്ല. അത് നിങ്ങളുടെ പണിയാണ്. നമുക്കെന്ന് പറയാമോ, ഒരുമിച്ച് വാഴേണ്ടതിന് ഒരുമിച്ച് ചെലവിടാം. ഞാനൊരു ഇമ്പാർട്ടേഷന് വേണ്ടി ഒരുങ്ങുക. പരിശുദ്ധാത്മാവ് ഒരു പകർച്ച തരാൻ പോകുകയാ. അതിനുമുമ്പ് നമ്മുടെ പാത്രം ക്രമീകരിക്കാൻ വേണ്ടി ചിലതെല്ലാം കൂടെ തൊടുകയാ. അവനവൻ മുടക്കേണ്ട വില അവനവൻ മുടക്കിക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തെ സേവിക്കാനാണെന്ന് പറയുവാൻ എഴുന്നേറ്റ് നിൽക്കുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ പറയാറുണ്ട്, എനിക്ക് ലോക്കൽ ചർച്ചുമായി യാതൊരു ബന്ധവുമില്ല, ആഗോള ദൈവസഭയുടെ ഭാഗമാണ്. എൻ്റെ പിന്നെ ഇതിനകത്ത് വന്ന് കയറുന്നേ. ഇതിനോട് ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മുഖേന നമുക്ക് ദൈവത്തോട് ബന്ധമുണ്ട്. ഇത് മുഖേന നാം ഒരുമിച്ച് ദൈവവുമായി കണക്റ്റഡ് ആണ്. ഇന്നൊരൊറ്റ വ്യക്തി ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന കടപ്പാട് എനിക്കുണ്ട്. ഇതിനകത്തുനിന്നൊരു അനുഗ്രഹം പ്രാപിച്ചാൽ ഇവിടെ ഇരുന്ന് ദൈവത്തിന് നന്ദി കരയേറ്റുന്ന കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇന്ന് ഒരുമിച്ച് നമുക്ക് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം. മോനെ താവോട്ട് വായിച്ചടിച്ചിലൂടെ. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനരത്രേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. നിൽക്കട്ടെ, ഞാൻ ഇനി അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. മേ ബി 5 മിനിറ്റ് കൊണ്ട് നിർത്തിയേച്ച് അടുത്ത ഏരിയയിലോട്ട് കയറാം. 5 മിനിറ്റ് അതിന് മേളിൽ പോകത്തില്ല. എന്നോട് 2-3 പേര് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ ഭയങ്കര സ്റ്റിഞ്ചിയാണ്, കാശെല്ലാം ഇവിടെ വെച്ചുകൊണ്ട് അറുത്ത കൈക്ക് ഉപ്പിടുകയില്ല. ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, ദൈവമനുഷ്യ, അത് വെറും വ്യാജ പ്രസ്താവന. ആരാണ്ട് ചെകുത്താൻ പറഞ്ഞതാ. നിങ്ങൾ ഈ പബ്ലിക്ക് ചെകുത്താൻ പറയുന്നതെല്ലാം വിശ്വസിക്കാതെ, ചെകുത്താൻ പറയുന്നതെല്ലാം വിശ്വസിക്കാതെ, അത് വെറും വ്യാജ പ്രസ്താവനയാണ്. പക്ഷേ ദുരിശിക്കാൻ എനിക്ക് കഴിയുന്നിടത്ത് ഞാനിത് ചെയ്യും. വേറൊരാളിനോട് ആവശ്യപ്പെടാറില്ല. സിനിമ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊന്ന് തൊട്ടായിരുന്നു. ചൊക്കസന്ദിരെ വെച്ച് ഞാൻ തൊട്ടത്. ഇന്ന് സിനിമ ഇവിടെ ഇരിപ്പുണ്ട്. സാധാരണഗതിയിൽ യാത്ര ചെയ്യുന്നവർ വഴിയിൽ നിന്നൊരു ചായ കുടിക്കുന്ന പതിവാണ്. ഞാനൊരു എയർപോർട്ടിൽ നിന്നൊരു ചായ കുടിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. കാരണം അതുണ്ടെങ്കിൽ, ഞാൻ അവിടെ മുടക്കുന്ന പണം ഉണ്ടെങ്കിൽ ഈ ചർച്ചയിൽ നിന്ന് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ ഫീസിൻ്റെ ഒരു ഭാഗമാകും. അതുകൊണ്ടാണ്. യാത്ര ചെയ്തിട്ടുള്ളവർക്കതറിയാം. ഞാനും ചിന്നമ്മയും കൂടെ ഒരിക്കൽ പോകുമ്പോൾ പാരീസിൽ വെച്ച് അവൾക്ക് ആവുപ്പാടെ സുഖമില്ല, ഒരു ചായ കുടിച്ചേ പറ്റൂ, കാപ്പി കുടിച്ചേ പറ്റൂ. ഞാൻ ചെന്ന് നോക്കിയപ്പം പാരീസിലെ വില ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞു, ജനമേ പറ്റുകയില്ല. എങ്ങനെയായാലും 10 ലക്ഷം രൂപ എൻ്റെ പോക്കറ്റ് കിടപ്പുണ്ട്. എങ്ങനെയായാലും 10 എനിക്ക് തോന്നുന്നത് ഞാൻ വാങ്ങിച്ചില്ലെന്നാ പറഞ്ഞോ. ഇതുണ്ടെങ്കിൽ ബാംഗ്ലൂരിലോട്ട് ചെല്ലുമ്പോൾ ഒരു കുഞ്ഞിനെ കൂടെ സ്കൂളിൽ വിടാൻ സാധിക്കും. ദൈവം നമ്മളെ ഒരു സ്ഥാനത്താക്കിയത് ലക്ഷറിക്ക് വേണ്ടിയല്ല,
ആ സ്ഥാനം സൂക്ഷിക്കാൻ. ഞാൻ ചെയ്തേച്ചാ തിരിച്ചു പറയുന്നത്, ഇന്ന് പകൽ നമുക്കൊന്ന് പറയാം, കർത്താവേ, അങ്ങ് ഞങ്ങളെ ഒരുമിച്ച് വളർത്തുവാൻ ഞങ്ങൾ തൃപ്പാദത്തിൽ ഏൽപ്പിക്കുക. ആരെങ്കിലും ഒരാൾ ഒരു മണ്ടത്തരം പറഞ്ഞാൽ അത് അംഗീകരിക്കാനല്ല, പകരം ദൈവം മുമ്പിൽ വളരുവാൻ ഞങ്ങളെ തന്നെ ഒന്ന് എടുക്കാനാണ്. ഇന്ത്യയിലെ കുറേ ന്യൂസ് പേപ്പറുകാർ, ക്രിസ്ത്യൻ പേപ്പേഴ്സ് ഒരു എൻക്വയറി ഒക്കെ നടത്തി വെച്ച് ഒരിക്കൽ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, 1000 മെമ്പേഴ്സിൽ കൂടുതലുള്ള ചർച്ചസിൻ്റെ സീനിയർ പാസ്റ്റേഴ്സ് ലക്ഷറി കാർ ഉപയോഗിക്കാത്ത ഒറ്റയാൾ എം.എ. വർഗീസ. ഇന്ത്യയിൽ 1000 മെമ്പേഴ്സിൽ കൂടുതലുള്ള ചർച്ചസിൻ്റെ സീനിയർ പാസ്റ്റേഴ്സ് ഒരു ലക്ഷറി കാർ ഉപയോഗിക്കാത്ത ഒറ്റയാൾ എം.എ. വർഗീസ. സിറ്റി ചർച്ചസ്. ഞാൻ ആ വിശദീകരണത്തിലോട്ട് പോവല്ല. കൃപയാൽ പാസ്റ്റർ ഞങ്ങൾക്ക് ഇന്ന് 15,000 മെമ്പേഴ്സ് ക്രോസ് ചെയ്തു, 15,000. കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടെ വന്ന് എന്നോടൊരു ദൂത് പറഞ്ഞു. ഗോൾഡൻ കളറിലുള്ള ഒരു ഇനോവ കാർ പാസ്റ്റർ വീടിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചുമ്മാ കണ്ടതാ, നടക്കുകയില്ല, ഞാൻ വാങ്ങിച്ചിട്ടല്ലേ വരുള്ളൂ, നിങ്ങളാരെങ്കിലും കൊണ്ടിട്ടാ കാണും. എൻ്റെ വിളി എന്താണെന്നും എന്നെ എന്തിനു വിളിച്ചു എന്നും എനിക്ക് ഉറപ്പുണ്ട്. ഐ മേക്ക് ഇറ്റ് ക്ലിയർ. കാരണം ഓരോ പിശാചുക്കൾ ഓരോന്ന് പറയും. ഡോണ്ട് ബി ഗിവൺ ഔട്ട്, ഡോണ്ട് ബി ഗിവൺ അപ്പ്. അതിൻ്റെ പുറകെ പോകരുത്. നാം ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഒറ്റയാളിൻ്റെ ത്യാഗജീവിതം ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇല്ലാത്ത കള്ളം ഒരാൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാതിരിക്കുക എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഞാൻ അടുത്ത സൈഡിലേക്ക് മാറുക. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ, ഇല്ലാത്ത കൃപാവരം ഉണ്ടെന്ന് ഭാവിക്കാതെ, ദൈവം അയക്കാതെ പ്രവാചകനെന്ന് അഭിനയിക്കാതെ, ദൈവം എന്ത് ഏൽപ്പിച്ചു അതിൽ നിൽക്കുന്നവർക്കായി സ്തോത്രം. ദൈവം എന്ത് തന്നു അത് പറയുന്നവർക്കായി സ്തോത്രം. ഒരു പറ്റം ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരുന്ന ഒരു കാലത്ത് ഞാൻ പറഞ്ഞിരുന്ന ഒരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞ് പലരും പറയാറുണ്ട്. ദൈവത്തെ ഓർത്ത് ഏൽപ്പിച്ചതല്ലേ പറയല്ലേ, ചുമ്മാ കള്ളം എന്തിനാ പറയുന്നത്? എൻ്റെ അകത്തൂടെ വന്നതെന്നോ എൻ്റെ ഓർമ്മ വന്നതെന്നോ ഒക്കെ പറ. ദാറ്റ്സ് ഓൾ റൈറ്റ്. ദൈവം ഏൽപ്പിച്ചതാണെങ്കിൽ പറ, അല്ലെങ്കിൽ ദയവ് ചെയ്തത് പറയരുത്. ഇപ്പം ദൈവം എനിക്ക് തന്ന ഒരു ആലോചന ദൈവം തന്നതാണോ, എൻ്റെ മനസ്സ് വന്നതാണോ എന്ന് അറിയണം ആ ആലോചന. അല്ലെങ്കിൽ പറയരുത്. പക്ഷേ സഭയോട് പറയാൻ ദൈവം എന്നെ ഒരു ആലോചന ഏൽപ്പിച്ചു. കേട്ട് വരുമ്പോൾ മിക്കവാറും ആ ആളിനോട് പറയാൻ ദൈവം ഏൽപ്പിച്ചാൽ നീ പോയി മാനസാന്തരപ്പെടാനാ. അതെന്തിനാ സഭയോട് പറയുന്നത്? ആൾ മാനസാന്തരപ്പെടാൻ ദൈവം ഏൽപ്പിച്ച ആലോചനയാണ്. എന്തിനാ നമ്മളെ മെനക്കെടുത്തുന്നത്? നോ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. 2, എഴുതിയതിന് മീതെ ഭാവിച്ചുയരാതെ. ദൈവം ഇന്ന് തന്നത് ഏറ്റെടുത്തുകൊണ്ട് പോകുമെന്ന് ഒരു ഉറപ്പുണ്ടോ? ഇന്ന് പകൽ അടുത്ത ലെവൽ ഓഫ് ഇമ്പാർട്ടേഷൻ ഇന്ന് പകൽ നടക്കും. ഒരു പൊതു വിടുതലിൻ്റെ ദൂത് ചില മിനിറ്റുകൾ പറഞ്ഞേച്ച് അത് പെട്ടെന്ന് ഞാനങ്ങ് ഓടിച്ചു പോകാം. ഇന്നലെ തൊട്ടതാണ്, ഇന്നും തൊട്ടങ്ങ് മാറുക. ഒരു പൊതു വിടുതലിൻ ദൂത് പറഞ്ഞേച്ച് വിടുതലിനും ഇമ്പാർട്ടേഷനും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകാം. ഒരാത്മനിയന്ത്രണം ഞാൻ കാണുന്നു. ദൈവം ചിലത് ചെയ്യും. കാണത്തക്ക ചില രോഗശാന്തികൾ ഇന്ന് സംഭവിച്ചിരിക്കും. ഞാൻ ഓരോരുത്തരെ സാക്ഷി പറയിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് ചില രോഗശാന്തികൾ നടന്നിരിക്കും. പ്രത്യേകിച്ച് ഡിസ്കുകൾ തമ്മിലാകുന്നവർ, നട്ടെല്ലിൻ്റെ ഡിസ്കുകൾ തമ്മിലാകുന്നവർ, നരമ്പുകളിൽ രക്തമോട്ടം കുറഞ്ഞു പോയവർ, ഈ 2 കാറ്റഗറി പരിശുദ്ധാത്മാവ് എടുത്തെടുത്ത് കാണിക്കുന്നു. ഇന്ന് പകൽ സൗഖ്യമായിരിക്കും. ഇതിനകത്ത് സൗഖ്യമായിരിക്കും. കർത്താവ് തന്നെ എടുത്തെടുത്ത് കാണിക്കും. ഇവിടെ ഇതൊന്നും പുതുതല്ല, ഇവിടുത്തെ പഴയതാ, പതിവുള്ളതാ. ഇന്ന് പകൽ നടന്നിരിക്കും. ചെവിക്ക് കേൾവി കുറവുള്ളവരുണ്ടെങ്കിൽ ദൈവാത്മാവ് എന്നോട് എടുത്തു പറയുന്നതല്ല, പണ്ട് മുതലേ ഇവിടെ ഉള്ള പതിവായോണ്ടാ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം സൗഖ്യം നടക്കാൻ പോവാ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു മാനസിക രോഗിയായ ഒരാളിനെ ഇവിടെ കൊണ്ടുവന്നു. ജീവിതത്തിൽ ഒരിക്കലും സുഖമാകയില്ല എന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായിട്ടാണ് കൊണ്ടുവന്നത്. കഴിഞ്ഞ ഞായറാഴ്ച കൃപയാൽ പ്രാർത്ഥിച്ചു, വീട്ടിൽ ചെന്നു, ആളിന് മാനസിക രോഗം ഇല്ല. ജീവിതത്തിൽ ഒരിക്കലും സുഖമാകത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് വന്നതാ. പ്രോബബ്ലി അതൊരു പൈശാചിക വ്യാപാരമായിരുന്നിരിക്കാം. പിശാചിനെ എക്സ്റേ കിട്ടുകയില്ലെന്നാണ് ഒരു പ്രത്യേകത. ആര് എക്സ്റേ എടുത്താലും പിശാചിനെ കിട്ടുകയില്ല. അപ്പോൾ ഇത് എന്തോ ആണെന്ന് അവർ കാണുന്നത് വേറൊന്നാണ്. ഇതിനകത്ത് ക്രിയ ചെയ്യുന്നത് ഒരു പൈശാചിക വ്യാപാരമാണ്. ഇന്ന് ചില വിടുതലുകൾ ഇവിടെ നടന്നിരിക്കും. എന്നാൽ അതിനേക്കാൾ വലുത് വന്നതുപോലെ ആരും പോകാതെ ഒരു പുതിയ അനുഭവവുമായി പോകുവാൻ ഒരു ഇമ്പാർട്ടേഷൻ നടന്നിരിക്കും. എന്നാൽ നമ്മിൽ നിന്ന് ഉയരേണ്ട തീരുമാനങ്ങളും ഉയരട്ടെ.
ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചു. തൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ എൻ്റെ കർത്താവ് ഉദിക്കും എന്ന് മലാഖി 4-ാം അധ്യായം വിളിച്ചു പറഞ്ഞു. നീതിസൂര്യനായ ക്രിസ്തു പഴയ നിയമത്തിൻ്റെ ഒടുവിലത്തെ പുസ്തകമായ മലാഖി എഴുതി നിർത്തുമ്പോൾ വരുവാനുള്ള ക്രിസ്തുവിനെ കുറിച്ച് വിരൽ ചൂണ്ടിക്കൊണ്ട് അവസാനിപ്പിക്കേണ്ടതിന് തൻ്റെ വരവിനെ കാത്തിരിക്കുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗ ഉപശാന്തിയോടുകൂടെ ഉദിക്കും എന്ന പദം കാണുവാൻ കഴിഞ്ഞു. മലാഖിയിൽ വേറൊരു പ്രമാണമുണ്ട്, ഭൗതിക നന്മകളെ, ഭൗതിക വിടുതലുകളെ കുറിക്കുന്നത്. നിങ്ങളുടെ ദശാംശം മുഴുവനും ആലയത്തിൽ കൊണ്ടക്കൊട്. എനിക്ക് തോന്നുന്നത് ഞാൻ ദശാംശത്തെക്കുറിച്ച് തീരെ കുറച്ച് മാത്രമേ പഠിപ്പിച്ചിരുന്നുള്ളൂ. സത്യം, ഞാൻ ഏറ്റവും കുറച്ചേ പഠിപ്പിച്ചിരുന്നുള്ളൂ. കാര്യം അൺഫോർച്ചുനേറ്റ്ലി ഞാൻ റിസീവിങ് എഡ്ജിലാണ്. അതുകൊണ്ട് പോക്കറ്റിലിടാൻ വേണ്ടി പറയുകയാണെന്നൊരു തോന്നൽ ആളുകൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. പക്ഷേ അതല്ല എന്ന് സഭയ്ക്ക് ബോധമുണ്ടെങ്കിൽ, ഞാൻ റിസീവിങ് എഡ്ജിലല്ല, ആ ബോധം സഭയ്ക്കുണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് ഇന്ന് പറയാൻ താല്പര്യപ്പെടുക. ദശാംശത്തിൻ്റെ ഉപദേശം വേദപുസ്തകം പഠിപ്പിക്കുന്നതാണ്. അതൊരു ഉപദേശമായിട്ടല്ല, അതിനേക്കാൾ ഗൗരവത്തിലാണ്. വേദപുസ്തകത്തിൽ ആദ്യമേ ആരാ ദശാംശം കൊടുത്തത് എന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അബ്രഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, പഴയ നിയമസഭയുടെയും പുതിയ നിയമസഭയുടെയും പിതാവായ അബ്രഹാം. അബ്രഹാമിനോട് ആരും ചോദിച്ചതല്ല, പറഞ്ഞു കൊടുത്തതല്ല, ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടിൽ അദ്ദേഹം കൊടുക്കുകയായിരുന്നു. ശാലേം രാജാവ് തൻ്റെ അടുക്കൽ വരികയുമ്പോൾ തനിക്കുള്ള സകലതിലും ദശാംശം കൊടുത്തു. തനിക്കുള്ള സകലതിലും ശാലേം രാജാവിന് ദശാംശം കൊടുത്തു. ശാലേം രാജാവിനെ കുറിച്ച് പുതിയ നിയമം പറയുന്നത് തനിക്ക് ആദിയില്ല, അന്തമില്ല, വംശാവലിയില്ല, ജീവ ആരംഭമില്ല, ജീവ അവസാനമില്ല. നിത്യനായ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ ദശാംശം കൊടുക്കുന്നത്, നിത്യനായ ദൈവത്തിനാണ്. പക്ഷെ ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കൈ നീട്ടുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. എൻ്റെ 1 കോടിയായിരിക്കും കൊടുക്കുന്നത്, അതിൽ കൂടുതൽ 1 കോടി ദശാംശം കൊടുക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനതുകൊണ്ട് അങ്ങ് ടോപ്പ് ഫിഗർ എടുക്കുക. നമ്മുടെ 1 കോടിക്ക് വേണ്ടി കൈ നീട്ടുന്നവനല്ല നിത്യനായ ദൈവം. ഇല്ല, ഒരിക്കലുമില്ല. പിന്നെ എന്തുവാ സംഭവിക്കുന്നത്? തികഞ്ഞ ബഹുമാനത്തോടും ഭയഭക്തിയോടും കൂടെ ദൈവം ഏൽപ്പിച്ച ഇടത്തു കൊണ്ടുവന്ന് ദശാംശം കൈമാറുകയാണ്. സ്വമേധദാനങ്ങൾ കൈമാറുകയാണ്. അത് കൈമാറുന്നവർക്കൊക്കെ അത് അനുഗ്രഹമാണ്. തുടങ്ങിയത് അബ്രഹാമാണ്. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ, അബ്രഹാമിൻ്റെ വംശാവലിയെക്കുറിച്ച് പറയുമ്പോൾ പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസ് തൊടുന്ന ഒന്നുണ്ട്. ലേവിയുടെ മേൽ ഇതൊരു ബൈൻഡിങ്ങാണ്. കാരണം അബ്രഹാം ദശാംശം കൊണ്ട് കൊടുക്കുമ്പോൾ, ക്ഷമിക്കണേ ഭാഷാശൈലി ബൈബിളിൽ എന്ന് പറയുകയാണ്, ലേവി അബ്രഹാമിൻ്റെ കടിപ്രദേശത്തുണ്ട്. ജനിച്ചിട്ടില്ലാത്ത കൊച്ചു മകനായ ലേവി അബ്രഹാമിൻ്റെ കടിപ്രദേശത്തിരിക്കുമ്പോൾ, അബ്രഹാമിൻ്റെ മോനെന്ന് ജനിച്ചിട്ടില്ല, ഇസഹാക്കിൻ്റെ കൊച്ചു മോനായിട്ടാണ് ലേവി വരുന്നത്. ആ ലേവിയെക്കുറിച്ച് പറയുകയാണ്, അവൻ അബ്രഹാമിൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു, അബ്രഹാമിൽ നിന്നും ജനിക്കേണ്ടവനാണ്. അബ്രഹാം കാണിച്ചതിന് ലേവി ഉത്തരവാദിയാ. അബ്രഹാമിൻ്റെ അനുഗ്രഹം ലേവിയുടെ മേൽ വ്യാപരിക്കും. പുതിയ നിയമസഭയുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ ദൈവം ഏൽപ്പിച്ച വെളിപ്പാട്. പിന്നത്തേത് ലേവിയോട് ദൈവം കൽപ്പിച്ചു, നീ ദശാംശം വാങ്ങിക്കണം, നിനക്ക് ദശാംശം ലഭിക്കണം. തൻ്റെ കൊച്ചുമകനായിരുന്ന യാക്കോബ് യാത്ര ചെയ്ത് 1-ാമത്തെ ദർശനത്തിൽ ആരും പറയാതെ ആ വെളിപ്പാടിൽ നിന്ന് ഒരു കാര്യം അറിഞ്ഞു, എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ ദൈവത്തിന് ദശാംശം കൊടുക്കും. ദശാംശം ആരുടെ കയ്യിൽ കൊടുക്കണം? ദശാംശം ദൈവസഭയ്ക്കുള്ളതാണ്. അത് ദൈവസഭയിൽ തന്നെ കൊടുക്കണം. ഒരുപാട് പേര് അങ്ങനല്ല, ആവശ്യമുള്ളവന് കൊടുക്കണമെന്ന് പറയും. ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണം എപ്പോഴും പറയാം. എൻ്റെ കയ്യിൽ ബ്രദർ എസ് തോമസ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ഒരു 10,000 രൂപ ഒരാൾ എന്നെ ഏൽപ്പിച്ചെന്ന് അങ്ങ് തെറ്റിദ്ധരിക്കൂ. ഇവിടെ ഇരിക്കുന്നുണ്ട് ജോൺസൺ പാസ്റ്റർ, ഇവിടെ ഇരിക്കുന്നു. ജോൺസൺ എന്നോട് പറഞ്ഞു, ഒരു 10,000 രൂപ ഞാൻ ബ്രദർ എസ് തോമസിന് കൊടുക്കാനുണ്ട്, ഇതങ്ങോട്ടൊന്ന് കൊടുത്തേക്കണേ എന്ന് പറഞ്ഞു. ഞാൻ 10,000 രൂപ വാങ്ങിച്ചു. എനിക്കറിയാം എസ് തോമസിന് 10,000 രൂപ വലിയ കാര്യമല്ല, അതില്ലല്ലോ അങ്ങേരുടെ കാര്യം അങ്ങ് നടക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഫിഗറല്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഫിഗറല്ല. പക്ഷേ ഇവിടെ ശുദ്ധ പട്ടിണിക്കാർ 10 പേരുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഓർത്തു, ഈ പട്ടിണിക്കാരായ 10 പേർക്ക് ഇതങ്ങ് പൗത്ത് കൊടുത്താൽ അവരുടെ കാര്യങ്ങൾ ഭംഗിയായി 1 മാസത്തെ ഇടവങ്ങ് നടക്കുക. തോന്നുന്നില്ല ഇപ്പോൾ ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വലിയ കാര്യമല്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ അന്നേരം നോക്കാം. ഞാനേലും എൻ്റെ വീട്ടിലേക്ക് എടുത്തതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പട്ടിണിക്കാർക്ക് 10 പേർക്ക് ഇതങ്ങ് പൗത്ത് കൊടുത്തെന്നിരിക്കട്ടെ. നാളെ എസ് തോമസ് ബ്രദർ തൻ്റെ ജോൺസണോട് ചോദിക്കും, പണ്ടൊരു അക്കൗണ്ട്, അയ്യോ ഞാൻ എം എവറി സ്വാസിലെ കൊടുത്തയച്ചായിരുന്നല്ലോ, നിങ്ങൾക്കറിയാമോ ഞാൻ ഓടൻ കള്ളനായി എന്നുള്ള വിവരം? ആരുടെ കൊടുക്കാൻ എൻ്റെ തന്നയച്ചോ ആ വ്യക്തിയുടെ കൈ കൊടുക്കുക അല്ലാതെ വേറെ എന്ത് ചെയ്താലും
അത് മോഷണമാണ്, അത് കള്ളമാണ്. ഞാനെന്തിനാ ദൈവം മുമ്പിൽ കള്ളനാകുന്നത്? നിങ്ങൾ ദൈവത്തെ ഒന്ന് പരീക്ഷിക്ക്. ദൈവത്തിന് കൊടുക്കുവാനുള്ള ദൈവത്തിന് കൊട്. നിർബന്ധത്താൽ കൊടുത്തത് കൊണ്ട് യാതൊന്നും സാധിക്കത്തില്ല. മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന്, ദൈവം എനിക്ക് തന്നതിൽ നിന്ന് ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തേ മതിയാകൂ. ദൈവത്തിന് ചെയ്യുവാനുള്ളത് ചെയ്തേ മതിയാകൂ. എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എനിക്ക് തന്ന താലന്ത്, എനിക്ക് തന്ന സകലതും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെലവിടുവാൻ ഞാൻ തയ്യാറായാൽ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങൾക്ക് തന്നിരിക്കും. ദൈവത്തിൻ്റെ നല്ല ദാനങ്ങൾ ഒരു തലമുറ കൊണ്ട് തീരത്തില്ല, അത് അടുത്ത തലമുറകളിലേക്ക് വ്യാപരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മേക്കാൾ വലുതാകയാൽ അത് ഒരു തലമുറ കൊണ്ട് തന്നു തീരുന്നതല്ല, തലമുറയായി അത് സംഭവിച്ചു കൊണ്ടിരിക്കും. ശാപവും അതുപോലെ തന്നെയാണ്. ഇന്ന് പകൽ ശാപത്തിൽ നിന്ന് ചിലർ വിമുക്തരായിരിക്കും. ദൈവം നമുക്ക് തന്നിരിക്കും. മലാഖിയുടെ പ്രവചനം പറയുകയാണ്, നിങ്ങളിതൊന്ന് ചെയ്യ്. അവൻ അടുത്തത് തൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗ ഉപശാന്തിയോടുകൂടെ താൻ എഴുന്നേറ്റ് വരും. ചിലർക്ക് രോഗശാന്തി ലഭിക്കുവാൻ ഇന്ന് പകൽ ഒരു കാറ്റടിച്ചാൽ മതിയായിരിക്കും. ഇതിനകത്തോട്ട് കയറി വരുന്നവർ രോഗസൗഖ്യം പ്രാപിച്ചത് എനിക്കറിയാം. ഇതിനകത്തോട്ട് കയറി വരുന്നവർ ചില സമയത്ത് ചില കൺവെൻഷനിലൊക്കെ ശക്തിയേറിയ രോഗശാന്തിയുടെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ ഞാൻ ആളുകളെ വിളിക്കാറുണ്ട്. എളുപ്പം വാ തൻ്റെ കൈ നീണ്ടുവരുന്നതും കാല് നീണ്ടുവരുന്നതും ഒക്കെ ഞാൻ ആളുകളുടെ അടുക്ക ചാടി അങ്ങോട്ടങ്ങ് ചെല്ലുക. ഇല്ല, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഇവൻ സുഖമാകും. കാര്യം ദൈവ സാന്നിധ്യത്തിലാണ്. ചെവി കേൾക്കാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ സുഖമായ കേസസ് ഉണ്ട്. എനിക്ക് നന്നായിട്ടറിയാം. ചെവി ഒട്ടും കേൾക്കാൻ വയ്യാതെ വരുന്നവന് ഞാൻ ചെല്ലുന്നതിന് മുമ്പേ ചെവി കേട്ട കേസസ്, വാച്ചിൻ്റെ ശബ്ദം കേട്ട കേസസ് പലതുണ്ട്. കാര്യം വ്യാപരിച്ചു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ പലതും നടക്കും. ആ സാന്നിധ്യത്തിൻ്റെ വലിപ്പമാത് ഇന്നും പലതും ഇവിടെ നടക്കും. ഒരു ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ദൃശ്യമായി ചിലർ ഇന്ന് അവരുടെ കണ്ണുകൾ തുറന്നിരിക്കെ ഒരു മേഘം പോലെ ഒന്ന് ഇതിനകത്ത് കയറുന്നത് കണ്ടിരിക്കും. ഇന്ന് പകൽ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വന്ന പോലെ പോകത്തില്ല, അന്തരീക്ഷമാകപ്പാടെ മാറുക. ദൈവം ചിലത് ചെയ്തിരിക്കും. ഇന്ന് പകൽ ചിലരുടെ ശരീരത്ത് ആരോ തൊടുന്നത് പോലെ തോന്നും. അതൊരു ദൂതൻ്റെ സ്പർശനമായിരിക്കും. നിലനിൽക്കുന്ന ചില വിടുതലുകൾ, പ്രൈസ് ദി ലോർഡ്, നിലനിൽക്കുന്ന ചില വിടുതലുകൾ ചില കുടുംബങ്ങളുടെ അകത്തേക്ക് പകരുവാൻ, ഒരു ശരീരരോഗ സൗഖ്യമല്ല, ചില കുടുംബങ്ങളുടെ കെട്ടഴിച്ചു വിടുവാൻ ഇന്ന് പകൽ ഒരു ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുമ്പോൾ ചിലരെ തൊടുന്നതായി മനസ്സിലാകും. അതൊരു ദൂതനാ. ഓ ഗോഡ്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി വന്ന ചിലർ 10 മിനിറ്റ് മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാര്യം യു ആർ റിസീവിങ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി വന്ന ചിലർ തൂവാലകൾ തയ്യാറാക്കി വെച്ചു. ഇന്ന് കർച്ചീഫുകളിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് ചില ഇടങ്ങളിലേക്ക് അത് വ്യാപരിക്കും. ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം ഇന്നുണ്ട്. ഞാനൊരു ജനറൽ ഡെലിവറൻസ് തൊടുകയാ. തൻ്റെ നീതി സൂര്യൻ എൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗ ഉപശാന്തിയോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി ഉദിക്കും. ഒരു പക്ഷി അതിൻ്റെ ചിറക് വിരിച്ച് അടയ്ക്കുന്നത് പോലെ നീതി സൂര്യനായ ക്രിസ്തു തൻ്റെ ചിറക് എടുത്തടയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ താൻ ചലിച്ചു തുടങ്ങുമ്പോൾ രോഗശാന്തി ചെതറാൻ തുടങ്ങും, രോഗശാന്തി വ്യാപരിക്കാൻ തുടങ്ങും. ഈ സഹോദരിമാരുടെ ഇടയിലൂടെ പ്രത്യേകിച്ചും രോഗശാന്തി ചെതറുകയാ. ഇന്ന് പകൽക്കാലം ഇത് പകതറുകയാ, ഇതിനകത്തേക്ക് ഇത് വ്യാപരിക്കയാ. താൻ ചിറകടിക്കുന്നതിനൊത്തവണ്ണം ഇന്ന് പകൽ രോഗസൗഖ്യം ഇതിനകത്തൂടെ വ്യാപരിക്കയാ. ഒഴിഞ്ഞ കൊട്ട പോലെ യാതൊന്നും ജീവിതത്തിൽ ഇല്ലാതെ, യാതൊന്നും കയ്യിൽ കിട്ടാതെ, കയ്യിൽ തടഞ്ഞു നിൽക്കാതെ ഇന്നിവിടെ വന്നിരിക്കുന്ന വ്യക്തിയെ ഒഴിഞ്ഞ കൊട്ടയ്ക്കകത്ത് ആരോ വാരികിട്ട് മറയ്ക്കുന്നത് പോലെ, ധാന്യം നിറയുന്നത് പോലെ ചില ബിസിനസ് മണ്ഡലങ്ങൾ ഇന്ന് പകൽ മാറും. അതിന്റെ പുതിയ ഉത്തരവുകൾ തമ്പുരാൻ കൽപ്പിക്കുക. അതിന്റെ പുതിയ ഉത്തരവുകൾ ഇന്ന് പകൽ തമ്പുരാൻ കൽപ്പിക്കുക. ഓ ഗോഡ്, ഈ നീതിസൂര്യനായ ക്രിസ്തു ലൂക്കോസ് 4:18 വിളിച്ചു പറഞ്ഞു, യഹോവയെ നീ അഭിഷേകം ചെയ്തിരിക്കയാൽ ആ അഭിഷേകം എന്റെ മേലുണ്ട്. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ, ഹല്ലേലൂയ, തകർന്ന ഹൃദയവുമായി ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലരെ മുറിവ് കെട്ടുവാൻ ഈ മണ്ണിലൊരു ശക്തിക്ക് കഴിയുകയില്ല, സൃഷ്ടാവിന് കഴിയും. ചില വാചകങ്ങൾ ചില വ്യക്തികളെ തൊടും. രോഗശാന്തി പല രീതിയിൽ നടക്കും. നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമായി എന്ന് വരും. ഒരു നോട്ടം കൊണ്ട് ചിലത് സംഭവിച്ചെന്ന് വരും. തുപ്പൽ തെറിച്ചാൽ സംഭവിച്ചെന്ന് വരും. യേശുവിന്റെ വായിലെ തുപ്പൽ കൊണ്ടുണ്ടാക്കിയ ചേറ് ചിലതിന്റെ കണ്ണ് സൃഷ്ടിച്ചതുപോലെ,
ഇന്ന് പകൽ സംഭവിച്ചെന്ന് വരാം. ഹല്ലേലൂയ. സമീപനം കൊണ്ട് ചിലത് സംഭവിക്കും. ഹല്ലേലൂയ. ഷോക്കടിച്ചതുപോലെയുള്ള പ്രതീതി ഇന്ന് പകൽ ചിലതിന്റെ മേൽ വ്യാപരിച്ചിരിക്കും. ഗ്ലോറി. അത് ഇന്റർനെറ്റിലൂടെ നടന്നിരിക്കും, ഇതിനകത്ത് നടന്നിരിക്കും. ദൈവശക്തിയുടെ വ്യാപാരം ഇവിടെ ഉണ്ട്. നീതി സൂര്യൻ ചിറകിന്റെ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിച്ചെഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് കയറി നിന്ന് യെശയ്യാവിന്റെ പുസ്തകം വായിച്ചു. അവനെ യെശയ്യാവ് 61 എളുപ്പെടുത്തേ, അല്ല നോക്കില്ല. യെശയ്യാവ് 61 എളുപ്പെടുത്തേ 1 മുതൽ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഇത് യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ച യേശു സമയത്തിന് വായിച്ചതാ. യെശയ്യാവ് എഴുതി വെച്ച ചിലത് വ്യത്യസ്ത ഒക്കേഷനുകളിൽ വായിക്കുവാനുള്ളത് അവരവരുടെ കയ്യിൽ തരുന്ന ദൈവത്തിന് സ്തോത്രം. രാവിലെ തിരുവചനം എടുത്ത് നോക്കുമ്പോൾ ഇന്നേക്കുള്ള ആലോചന ലഭിച്ച് വന്നവർ ഇതിനൊക്കെ തിരിപ്പുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഇന്നേക്കുള്ള ദൂത് തമ്പുരാൻ ഏൽപ്പിച്ചയച്ചവർ ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. യേശുവിന്റെ അടുക്കൽ യെശയ്യാവിന്റെ പുസ്തകം കിട്ടി. യേശു അത് തള്ളി നിവർത്തു. ചുരുളാണ്, ചുരുളി നിവർത്തു. അതിനകത്തുനിന്നൊരു വായന വായിച്ചു. യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ യഹോവയുടെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. നീതി സൂര്യനാണ് ഞാൻ, എന്റെ ജോലി ചെയ്യാൻ വന്നതാണ്. യോർദാനിൽ സ്നാനമേറ്റ് ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് 40 ഉപവാസം കഴിഞ്ഞ് പിശാചിനെ മാറ്റി നിർത്തിയച്ച് നിങ്ങളോട് സദ്വർത്തമാനം അറിയിപ്പാൻ ദേവാലയത്തിൽ നിൽക്കുക. യഹോവ എന്നെ അഭിഷേകം ചെയ്യുകയാൽ യഹോവയുടെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും. പകൽ നടക്കേണ്ട ചില കാര്യങ്ങളാ, യേശുവിന്റെ ശുശ്രൂഷയിൽ നടക്കേണ്ട ചില കാര്യങ്ങളാ. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ ഇന്ന് പകൽ മുറിവ് കെട്ടുന്ന തമ്പുരാൻ വന്നിട്ടുണ്ട്. എണ്ണയും വീഞ്ഞും പകർന്ന് വഴിയിറമ്പിൽ കിടന്നവന്റെ മുറിവ് കെട്ടിയ തമ്പുരാൻ മുറിഞ്ഞ ചില ഹൃദയങ്ങളെ ഇന്ന് പകൽ വെച്ചു കെട്ടുവാൻ ഇതിനകത്തുണ്ട്. തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും. മോനെ നിൽക്കട്ടെ. ശാപത്തിന്റെ തടവ് പൊട്ടിപ്പൊളിക്കുവാൻ, കടഭാരത്തിന്റെ തടവ് പൊട്ടിക്കുവാൻ, നന്മകൾ തടയുന്ന ശക്തികളുടെ തടവ് പൊട്ടിക്കുവാൻ, കയ്യിൽ കിട്ടാതെ വണ്ണം നന്മകൾ നഷ്ടമാക്കുന്ന ചില ശക്തികളുടെ തടവറകൾ പൊട്ടിക്കുവാൻ ഇന്ന് പകൽ ജലത് ചെയ്യണേ കർത്താവേ. ഇന്ന് പകൽ ജലത് ചെയ്യണേ കർത്താവേ. യേശുവിന്റെ നാമത്തില് ഒരു കിഡ്നി കേടായ ഒരാൾ മെഡിക്കൽ എക്സാമിനേഷന് പോയെങ്കിൽ ഒരു പക്ഷേ അറിയത്തില്ല. ഐ ഡോണ്ട് നോ എന്തുകൊണ്ട് ദൈവാത്മാവ് തൊടുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരീരത്തിന്റെ നട്ടെല്ലിന്റെ ഒരു സൈഡിലോട്ട് മാറി ആ കിഡ്നിയുടെ കേടുള്ള കാരണത്താൽ ഇടയ്ക്കിടയ്ക്ക് വേദന അനുഭവിക്കുന്ന വ്യക്തി എഴുന്നേറ്റിന് പോരെ ഇന്ന് പകൽ ഒരു സൗഖ്യത്തിന് റെഡി ആയിക്കോ. എണ്ണയാരിൽ ഇങ്ങോട്ട് നിന്നേക്കാം. ഇന്ന് പകൽ ഒരു കിഡ്നി കേടായ ഒരു വ്യക്തി ശരീരത്തിന്റെ നെഞ്ചിന്റെ പുറകിലായി നട്ടെല്ലിന്റെ ഒരു സൈഡിലായി ആ കിഡ്നിയുടെ ഇൻഫെക്ഷൻ കാരണം വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി മുന്നോട്ട് പോരെ ഇന്ന് പകൽ സൗഖ്യമാകാൻ പോകുകയാ. ഇന്ന് പകൽ ഒരു ദൈവക്രിയ ഇവിടെ നടക്കാൻ പോകുകയാ. ദൈവത്തിന് സ്തോത്രം. കിഡ്നികളുടെ സൗഖ്യം ഇന്ന് പകൽ കർത്താവ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ബദ്ധന്മാരെ വിടുവിച്ചെടുക്കേണ്ടതിന് ദൈവത്തിന്റെ വായിച്ചാട്ടെ. യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും. ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കുവാനും, അടുത്തത് സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല കൊടുക്കുവാൻ. ഇന്ന് പകൽ ചിലതൊക്കെ സഹിച്ച വെണ്ണീറിന് പകരം കരിഞ്ഞു നശിച്ച ചിലതിന്റെ നടുവിൽ എന്റെ ജീവിതം വെണ്ണീറായി പോയി, എന്റെ ജീവിതം ചാമ്പലായി പോയി, എന്റെ ജീവിതം തകർന്നു കഴിഞ്ഞു. ഓ ഗോഡ്, എന്റെ ജീവിതം കുളമായി. ഞാൻ ഉപയോഗിക്കാത്ത ഭാഷാശൈലിയാ ആ വ്യക്തി ഉപയോഗിക്കുന്ന ഭാഷാശൈലി. പരിശുദ്ധാത്മാവ് തൊടുക. എംഎവർഗീസ് ഉപയോഗിക്കുന്ന ശൈലി അല്ലത്. എന്റെ ജീവിതം കുളമായി, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുകയില്ലെന്ന് പറയുന്ന ചിലതിനോട് ദൈവാത്മാവ് ഇടപെടുന്നു. ചിലതിനെ വിടുവിച്ചയക്കുവാൻ
ഇന്ന് പകലൊരു ദൈവശക്തിയുടെ വ്യാപാരം ഇതിനകത്തിറങ്ങിയിട്ടുണ്ട്. ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല. പലപ്പോഴും കർത്താവിന്റെ ദാസന്മാർ ഉച്ചരിക്കുന്നത് പോലെ ആ ജീവിത ഭാരങ്ങൾ നിങ്ങളുടെ സാക്ഷ്യങ്ങളായി മാറാൻ പോകുക. അത് നിങ്ങളുടെ അലങ്കാരമാലകളായി മാറാൻ പോകുകയാ. ജീവിതം തകർന്ന ചിലത് വീണ്ടും എടുക്കുന്നു. ജീവിതം തകർന്ന ചിലത്, ജീവിതം പൊളിഞ്ഞ ചിലത്, സ്വന്തം കുറ്റം കൊണ്ടല്ല, ജീവിതം തകർന്ന ചിലത് പണിയപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ടെന്ന് ആവട്ടെ. ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും. സ്തുതി എന്ന മേലാട. ആ മേലാട എന്ന പദത്തിൽ ഒരു കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പലയിടത്ത് പറഞ്ഞതാണ്. ഞാനൊരു നല്ല ഷർട്ട് ഇട്ടിട്ടുണ്ട്, ഇറ്റ്സ് ഇനഫ്. എന്നെ കണ്ടാൽ ഇച്ചിരി കൂടെ നന്നായിരിക്കണമെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാനിതിൻ്റെ പുറത്തൊരു കോട്ട്, ഒരു ജാക്കറ്റ്, ഒരു ടൈയോ ഒക്കെ കെട്ടി ഒരു കോട്ടിടും. കണ്ടാൽ ഇച്ചിരി നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ആർക്കും മേലാട അത്യാവശ്യമുള്ളതല്ല, അലങ്കാരത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ മേലാടയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിൻ്റെ സൈസൊക്കെ അക്യുറേറ്റ് ആയിരിക്കണം. ഇത് 1 ഇഞ്ച് ലൂസാണെങ്കിലും ഇറ്റ്സ് ഓക്കെ, ടൈറ്റാണെങ്കിൽ പറ്റുകയില്ല. 1.5 ഇഞ്ച് ലൂസാണെങ്കിലും കുഴപ്പമില്ല, ഇറ്റ്സ് എ ഷർട്ട്. പക്ഷെ ഞാൻ ഇടാൻ പോകുന്ന ഒരു കോട്ട് 1 ഇഞ്ച് ലൂസാണെങ്കിൽ കാണുന്നവരെന്നെ കൂക്കി വിളിക്കും. മേലാട അധികം ഭംഗി വരുത്തേണ്ടതിനാകയാൽ മേലാട ആ കറക്റ്റ് മെഷർമെന്റിലായിരിക്കണം. ഇന്ന് പകൽ സ്തുതി എന്ന മേലാട, സ്തുതി എന്ന മേലാട. ഞാൻ പണ്ടിട്ടിരുന്ന ഒരു വസ്ത്രം ഇന്ന് എനിക്ക് പറ്റത്തില്ല, എൻ്റെ അളവിന് താഴെയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം എൻ്റെ ഭാര്യ എനിക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ എനിക്കൊരു ഉടുപ്പെടുത്തു. നടന്നേരത്തോ ഞാനത് ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്തു. 5 വർഷം കഴിഞ്ഞ് അതൊന്നും ഇട്ടേന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു നോക്കുമെന്ന്. കയറും ചാടി, അതിൻ്റെ ബട്ടനും അടുക്കുകയില്ല, ഒന്നുമില്ല. ഒരു 15 വർഷം കഴിഞ്ഞ് അതൊന്നുമില്ലാന്ന് നോക്കിയാലോ എൻ്റെ പിള്ളേർക്ക് കൊണ്ട്. എൻ്റെ ഇന്നത്തെ നിലവാരത്തിന് ഒത്തവണ്ണം, എൻ്റെ ഇന്നത്തെ ആത്മീക സ്ഥിതിക്ക് ഒത്തവണ്ണം അകത്തെ ഉടുപ്പ് 1/2 ഇഞ്ച് 1 ഇഞ്ച് വ്യത്യാസം കാര്യമല്ല. പക്ഷെ മേലാട, സ്തുതി എന്ന മേലാട, അതൊരു അഭിഷേകത്തെ കാണിക്കുന്നതാണ്. രക്ഷിക്കപ്പെട്ട കാലത്തെ അഭിഷേകം മറക്ക്, വേലയ്ക്ക് ഇറങ്ങിയ സമയത്തെ അഭിഷേകം മറക്ക്. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട നാം നമ്മുടെ പ്രായത്തിന്റെ അളവിനൊത്തവണ്ണം ഒരു മേലാട ധരിക്കുവാൻ ഇന്ന് മകൾ ഏൽപ്പിക്കപ്പെടുമോ? തരാൻ തമ്പുരാൻ തയ്യാറാ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. നിൽക്കട്ടെ, അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന്. ഏതായി അവൻ? എന്നെ അയച്ചവൻ, യേശുവിനെ അയച്ചവൻ, പിതാവ്. മഹത്വീകരിക്കപ്പെടേണ്ടതിന് എന്റെ കീഴിൽ ദൈവം തന്ന ജനം, ഇതിനകത്തിരിക്കുന്ന നാം, എംഎവരീസ്, ഇതിനകത്തിരിക്കുന്ന കർത്തൃദാസന്മാർ, കർത്തൃദാസിമാർ, കർത്താവിന്റെ വേലക്കാർ, ദൈവത്തിന്റെ മക്കൾ. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന്, അവർ നിമിത്തമാണ് മഹത്വീകരിക്കപ്പെടേണ്ടത്. ഞാൻ അവരുടെ പേര് മാറ്റാൻ പോകുകയാ. എനിക്കൊരു പുതിയ പേര് വന്നാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടും. എൻ്റെ ദൈവ പിതാവ് മഹത്വപ്പെടേണ്ടതിന് എനിക്കൊരു പുതിയ പേരിടാൻ പോകുകയാ. എന്താ പുതിയ പേരെന്നറിയാമോ? വായിച്ചു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും. ഒന്ന്, നീതിയുടെ വൃക്ഷമെന്ന്. പിന്നെ യഹോവയുടെ നടുതല എന്നും പേരാകും. യഹോവയുടെ നടുതല എന്ന് പേരാകും. ഈ നീതി വൃക്ഷങ്ങൾ എന്ന മലയാള പരിഭാഷ പരിമിതമാണ്. They shall be called as the oaks of righteousness. ഓക്കുമരം എന്ന് പറയുന്നത്, ഓക്കുമരം നീണ്ട നൂറ്റാണ്ടുകൾ നിൽക്കുന്നതാ. 50, 60, 80 വർഷം കൊണ്ട് പോകുന്നതല്ല ഒരു ഓക്കുമരം. നൂറ്റാണ്ടുകൾ നിൽക്കുന്നതാണ് ഓക്കുമരം. എന്റെ ദൈവം ഒരു പേരിടാൻ പോവുകയാണ്, the oaks of righteousness. നീ നാളെ ഇനി വാ, നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിശാച് അടുത്തു വരുമ്പം പറ, എടാ പിശാചേ, ഞാനൊരു ഓക്കുമരമാണെന്ന് നിനക്കറിയാമോ? ഹല്ലേലൂയ. ഇതൊക്കെ ആരംഭ ശൂരത്വമാണെന്ന് പറയുന്ന ആ പിശാചിനോട് പറ, അല്ല പിശാചേ, ഞാനൊരു ഓക്കുമരമാ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ഇത് മാറുകയില്ല. എന്റെ ദൈവം എന്റെ പേര് മാറ്റി. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന്. വിശ്വസിക്കുന്നവർ പറഞ്ഞു, പിതാവാം ദൈവം മഹത്വീകരിക്കപ്പെടേണ്ടതിന്.
യേശു എന്റെ പേര് മാറ്റി. യേശു എന്റെ പേര് മാറ്റി. ഞാൻ നീതിയുടെ വൃക്ഷമാണ്. ഞാൻ നീതിയുടെ വൃക്ഷമാണ്. ഞാൻ നീതിയുടെ അലരി വൃക്ഷമാണ്. ഹല്ലേലൂയ. ആ ഉറപ്പകത്തോട്ടും കയറിയാൽ മതി. കർത്താവ് ഇന്ന് പകൽക്കാലം ചെയ്യുക. 10 ദിവസത്തെ ഉപവാസത്തിന്റെ ഒടുവിലത്തെ പകലും രാത്രിയിലും തമ്പുരാൻ ചെയ്യുവാനുള്ളത് പ്രാപിക്കുവാൻ തൃപ്പാദത്തിൽ കൂടിയ ദൈവമൈതലേ, നമ്മുടെ പേര് യേശു മാറ്റി. ഒരു പാത്രം ക്രമീകരിക്കപ്പെട്ടാൽ അതിലേക്ക് പകരുവാൻ തമ്പുരാൻ നോക്കി നടക്കുക. ആരെ കിട്ടിയിട്ട് വേണം എനിക്കെന്റെ ബലം ഒന്ന് വെളിപ്പെടുത്തുവാൻ? തങ്ങൾ ഏകാഗ്രചിത്തന്മാരായവർക്ക് വേണ്ടി തന്നെത്താൻ ബലമാണെന്ന് കാണിക്കുവാൻ ഒരു വ്യക്തിയെ കിട്ടുമോ എന്ന് തമ്പുരാൻ തപ്പി നടക്കുക. ഇന്ന് പകൽ ഒന്നിനെ കിട്ടുമോ എന്ന് തമ്പുരാൻ തപ്പി നടക്കുകയാണ്. അധികാരത്തിന്റെ വാക്കുകൾ കൊണ്ടുപോകുവാൻ, രോഗശാന്തിയുടെ ക്രിയ കൊണ്ടുപോകുവാൻ, ദൈവ പ്രവർത്തികൾ ചെയ്യുവാൻ ഒരു ഒരുക്കപ്പെട്ട പാത്രത്തെ തമ്പുരാൻ തപ്പി നടക്കുക. ഇന്ന് പകൽ ഒരു പാത്രം ക്രമീകരിക്കപ്പെട്ടാൽ പുതിയ വീഞ്ഞുണ്ടാക്കുവാൻ, പുതിയ പകർച്ച നടത്തുവാൻ, പുതിയ ദുരിതങ്ങളെ എടുക്കുവാൻ ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുക. അവർക്ക് നീതിയും വൃക്ഷങ്ങളെന്നും വായിച്ചു. അവർക്ക് നീതി വൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. യഹോവയുടെ നടുതല. ഞാൻ തന്നെ കിളുത്തതല്ല, എന്നെ നട്ടതാ. ഞാൻ തന്നെ കിളുത്തതല്ല, എന്നെ നട്ടതാ. ഞാൻ ദൈവത്തിന്റെ നടുതലയാ. എന്നെ നട്ടവൻ ഉത്തരവാദിയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എങ്ങനെ ഇതിനകത്ത് വന്നു കയറി? എനിക്കറിയാം ഞാൻ ആരോടോ സംസാരിക്കുക. ഞാൻ എങ്ങനെ ഇതിനകത്ത് ചർച്ച വന്നു കയറിയതല്ല. ഈ വീട്ടിൽ, ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ വന്നു കയറി, എന്റെ കാലക്കേടിന് പറ്റിപ്പോയി എന്നൊക്കെ നിരാശയുടെ ശബ്ദമുയർത്തിയ റമത്തെ സൈതരിയാരോ ചിലതിനോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നോ, ഞാൻ നട്ടതാ. ചിലതിനെ പറിച്ചു കളഞ്ഞ്, സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞ് എന്നെ കൊണ്ടുവന്ന് നട്ടതാ. എന്തോ സ്ട്രെയിഞ്ചായ ചിലത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചില സ്ട്രെയിഞ്ചായ ആശയങ്ങൾ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്വാഭാവിക കൊമ്പിനെ ഓടിച്ചു മാറ്റിയേച്ച്, ഒടിയേണ്ടതായിരുന്നില്ല, അവിടെ നിൽക്കേണ്ടതായിരുന്നു, വേറൊന്നിനെ കൊണ്ടവിടെ ആക്കുവാൻ ചിലതിനെ ഓടിച്ച് ഓറി മനാദി സക്കേ ഹൽവദേ ബർതു വരാദിയ ലെമക്കോ റബേ സൈദേ അരമ നക സാഹ. കസേരയിലിരുന്ന ചിലതിനെ കസേര മറിച്ചിട്ട് ഇറക്കി വിട്ടേച്ച് നിങ്ങളിൽ ഒന്നിനെ അവിടെ കൊണ്ട് ഇരുത്തിയത്. ചില കുടുംബങ്ങളിൽ കയറുവാൻ അർഹതയില്ലാത്ത ഇടത്ത് ആ കുടുംബത്തിൽ നിന്ന് ചിലതിനെ നീക്കി താങ്കളെ കൊണ്ടാക്കിയത്. നടുതല, 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 നടുതല. ദൈവമേ നട്ടു. വേക്കൻസി ഇല്ലാത്ത ഇടത്ത് ചിലതിനെ എടുത്തു കളഞ്ഞേച്ച് വേക്കൻസി സൃഷ്ടിച്ച് പരിശുദ്ധമായ ആഴത്തിലോട്ട് ഇറങ്ങുക, ആഴത്തിലോട്ട് ഇറങ്ങുക. ചിലതിനെ പറിച്ചു മാറ്റിയേച്ച് വേറെ ചിലതിനെ കൊണ്ടുവന്ന് മാറ്റത് ദൈവത്തിന് നടുതല. ഹല്ലേലൂയ. നീതിയുടെ സൂര്യനായവന് ചിറകിന്റെ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ വരുമെന്ന് പ്രവചനിക്കപ്പെട്ടവൻ വന്ന് നിന്ന് യെശയ്യാവിന്റെ പുസ്തകം വായിക്കുക. യഹോവ എന്നെ അഭിഷേകം ചെയ്തു,
ആ അഭിഷേകത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഞാൻ ലൂക്കോസിൽ നിന്ന് മാറി യെശയ്യാവിലേക്ക് പോയി. യെശയ്യാവിൽ പറയുകയാണ്, അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ നിങ്ങളിൽ ചിലരുടെ പേര് മാറ്റാൻ പോകാം. ഇന്ന് പകൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളിൽ ചിലരുടെ എന്റെ പേര് മാറ്റാൻ പോകാം. പേര് മാറ്റാൻ പോകാം. സഭയുടെ പേര് മാറ്റാൻ പോകാം. ഹല്ലേലൂയ. ചില ദൈവദാസന്മാരുടെ പേര് മാറ്റാൻ പോകാം. പണ്ടൂദേശി വരുന്നെന്ന് പണ്ട് പറഞ്ഞെടുത്ത് ഒരു മാന്യനായ ദൈവദാസൻ കയറി വരുന്നെന്ന് പറയുക. താണ്ടൊരാൾ വരുന്നു കഥ കടച്ചു കളയാമെന്ന് പറഞ്ഞെടുത്ത് തന്റെ തേടിയ വള്ളി കാലെ ചുറ്റി എനിക്ക് വേണ്ടയാൾ തേണ്ട കയറി വരുന്നു എന്ന് പറയുക. ഉറമന കപ്സത്യാരാ ഒരു അത്യാവശ്യ വിഷയത്തിന് ദൈവത്തിങ്ങൾ ഒരു മറുപടി കാത്തിരിക്കുകയായിരുന്നു. തന്റെ പ്രവാചകി വരുന്നെന്ന് പറയുവാൻ ഇന്ന് മകൾ പേര് മാറ്റുന്ന ദൈവം, ഇന്ന് മകൾ പേര് മാറ്റുന്ന ദൈവം, ഇന്ന് മകൾ പേര് മാറ്റുന്ന ദൈവം അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് നിങ്ങളുടെ പേര് മാറ്റാൻ പോകുകയാ. അതിനൊരു അഭിഷേകം യേശുവിന്റെ പേര്. ക്ലോക്ക് സമ്മതിക്കാത്തത് കൊണ്ട് പോവാ. യേശുവിന്റെ മേലൊരു അഭിഷേകം ഉണ്ട്. പാപം അറിയാത്തവനെ നാം നിമിത്തം ദൈവം പാപമാക്കി മാറ്റി. എൻ്റെ പാപം ക്രിസ്തുവിൻ്റെ മേൽ വഹിച്ചു. എൻ്റെ പാപം ക്രിസ്തുവിൻ്റെ മേലായി. പാപം അറിയാത്തവൻ എനിക്ക് പകരം പാപിയായി മാറി. സ്വർഗത്തിൻ്റെ മഹത്വത്തിൽ വസിച്ചവൻ പഴുന്തുണി കോലങ്ങായി തേണ്ട കിടക്കുന്നു പശുത്തൊട്ടിയിൽ. എന്ത് പറ്റി കർത്താവേ? വിരോധാഭാസം. പഴുന്തുണി ചുറ്റേണ്ട ചിലതിനെ മഹിമ ധരിപ്പിക്കുവാൻ അർമ്മന സാധിയാര. എൻ്റെ കയ്യിൽ രോഗോപശാന്തിയുണ്ട്. മാസി 2 മണി 5 മിനിറ്റുമായി നമ്മുടെ പള്ളിയുടെ ക്ലോക്കിൽ. മിനിമം 2:30 വരെ ഞാൻ പോകും. അത്യാവശ്യമായി പോകേണ്ടവരുണ്ടെങ്കിൽ ഐ എം സോറി, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ആദ്യമേ കുറച്ച് സമയം എങ്ങനെയോ അങ്ങ് മാറിപ്പോയി. നമ്മൾ ആരാധിക്കുകയായിരുന്നു. ഇന്ന് അത്യാവശ്യമായി പോകേണ്ടവരുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. മിനിമം അരമണിക്കൂറുടെ ഞാൻ പോകും. കാര്യം ദൈവം ചിലതിനെ രൂപീകരിച്ചുകൊണ്ടിരിക്കുക. രോഗശാന്തിയുടെ പല തടവ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. ആ കിഡ്നിയുടെ കാര്യം പരിശുദ്ധാത്മാവ് പിന്നെയും പറയുക. കിഡ്നി എന്ന പദം വീണ്ടും ആവർത്തിക്കുക. തൻ്റെ അകന്ന നട്ടലിൻ്റെ അസ്ഥികൾ ഇന്ന് ഉറച്ചു പോകുക. ചില ഇൻഫെക്ഷനുകൾ ഇന്ന് ശരീരത്തോട് യാത്ര പറയുക. കർത്താവ് ചിലത് ചെയ്യാൻ പോകുക. നമ്മുടെ കർത്താവിനെ കുറിച്ച് ഒരിക്കൽ PC എബ്രഹാം സാർ ഇവിടെ വന്നപ്പോൾ എടുത്തൊരു വാക്ക് എനിക്ക് ഓർമ്മ വരുന്നു. ദാവീദിന്റെ താക്കോലുള്ളവൻ, അല്ലേ? ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുവാൻ ദാവീദിന്റെ താക്കോലുള്ളവൻ. ദാവീദ് ഒരു രാജാവാണ്. PC എബ്രഹാം സാറിന്റെ വിശദീകരണമാണ്. ദാവീദ് ഒരു രാജാവാണ്. ഞാൻ ആകപ്പാടെ എൻ്റെ വീടിനകത്ത് ഒരു അലമാരി മാത്രമേ ഉള്ളെങ്കിൽ ഒരു അലമാരിയുടെ താക്കോലും കൊണ്ടായിരിക്കും ഞാൻ നടക്കുന്നത്. ഞാൻ വീട്ടിലെ പിള്ളേരെ അവൻ്റെ അധീനതയിൽ ആകപ്പാടെ ഒരു അലമാരിയേ ഉള്ളൂ, അതിൻ്റെ താക്കോലും കൊണ്ടായിരിക്കും നടക്കുന്നത്. എൻ്റെ വീടിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ വീടിൻ്റെ ഒരു ഒറ്റത്താക്കോലും കൊണ്ടായിരിക്കും ഞാൻ നടക്കുന്നത്. പക്ഷെ ഒരു സ്റ്റോർ കീപ്പറെ നിങ്ങൾ സന്ദർശിച്ചാൽ അയാൾ ഒരിക്കലും ഒറ്റത്താക്കോലും കൊണ്ട് നടക്കത്തില്ല. കറക്റ്റ് അല്ലേ? ഒത്തിരി എണ്ണം പൂട്ടാൻ വേണം. എങ്കിൽ ഒരു രാജാവിൻ്റെയിലോ ഒരു താക്കോൽ കൂട്ടം ഉണ്ടായിരിക്കും. PC എബ്രഹാം സാറിൻ്റെ വ്യാഖ്യാനമായിരുന്നു താക്കോൽ കൂട്ടം. താൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, താൻ അടച്ചാൽ ആരും തുറക്കത്തില്ല. ഇന്ന് പകൽ നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിന്റെ വഴിയെ അടയ്ക്കുന്ന താക്കോൽ യേശുവിന്റെ കയ്യിലുണ്ട്. ജോലിയുടെ വാതിൽ തുറക്കുന്ന താക്കോൽ, പ്രമോഷന്റെ വാതിൽ തുറക്കുന്ന താക്കോൽ. ഒരൊറ്റ ബഞ്ചേ കിടക്കുക. There is a key bunch. Hallelujah. ഒരു താക്കോൽ കൂട്ടം എന്റെ യേശുവിന്റെ കയ്യിലുണ്ട്. ആരും അടയ്ക്കാതെ വേണം തുറക്കുവാനും ആരും തുറക്കാതെ വേണം അടയ്ക്കുവാനും ഒരു താക്കോൽ ചെയിനുള്ളവൻ, ഒരു താക്കോൽ കൂട്ടമുള്ളവൻ. ഇന്ന് പകൽ ഏതാ തുറക്കേണ്ടത്? ആ തമ്പുരാനെ വിളിച്ചു നിർത്ത. കർത്താവെ തുറന്നതാ, ഇന്നത് തുറന്നതാ, താക്കോൽ അങ്ങയുടെ കയ്യിലോ.
യേശു തുറന്നാൽ അടയ്ക്കുന്നവൻ ആരാ? നോ, അടയ്ക്കാൻ ഒക്കത്തില്ല. ആരെല്ലാം ശ്രമിച്ചിട്ട് എന്നെ അടച്ചു, തുറന്നവൻ കർത്താവാ. അടയ്ക്കുന്നവൻ ആരുമില്ല. താൻ അടച്ചാൽ തുറക്കുന്നവൻ ആരുമില്ല. ഇന്ന് പകൽ താക്കോൽ കൂട്ടമുള്ളവൻ ഇതിനകത്തൂടെ നടപ്പുണ്ട്. താക്കോൽ കൂട്ടമുള്ളവൻ ഇതിനകത്തൂടെ നടപ്പുണ്ട്. ഈ ദൂത് പ്രൊഫറ്റിക്കാ, ഈ ദൂത് പ്രവചനാത്മകമാ, ഈ ദൂത് വ്യക്തികളോട് ഇടപെടുക. ഒരു ദിവസം ഈ താക്കോൽ കൂട്ടമുള്ളവൻ 12 ശിഷ്യന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരാണെന്നാ നിങ്ങളുടെ അഭിപ്രായം? ഒറ്റയാളെ മറുപടി പറഞ്ഞുള്ളൂ, പത്രോസ് മാത്രം. താക്കോൽ കൂട്ടമെടുത്ത് പത്രോസിന്റെ ലോട്ട് കൊടുത്തു. വെക്കടാ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ ലോട്ട് തരിക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനകത്തുള്ള ഒരു താക്കോൽ കൂട്ടം നടപ്പുണ്ട്. അല്ല, താക്കോൽ കൂട്ടം ഉള്ളവൻ നടപ്പുണ്ട്. 12 അപ്പോസ്തലന്മാരുടെ മുമ്പിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു, മനുഷ്യൻ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ആരൊക്കെയോ ആശയങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? പത്രോസ് ഒരു മറുപടി പറഞ്ഞു, എന്റെ അകത്തൊരു ദർശനമുണ്ട്. അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ആമേൻ. ചിറകിന്റെ കീഴിൽ രോഗവശാന്തി ഉള്ളവൻ, അമ്മന സാദിയാര, ഓരോ വീശിനും ഓരോ ജ്വാല പുറത്തു വരികയാ. ചിറകിന്റെ കീഴിൽ രോഗവശാന്തിയുള്ളവൻ, ദാവീദിന്റെ താക്കോൽ കൂട്ടം വഹിക്കുന്നവൻ, ഒരു കൂട്ടം താക്കോൽ ഒരുമിച്ച് കൊണ്ട് നടക്കുന്നവൻ. പത്രോസിന്റെ വാക്കിന്റെ മുമ്പിൽ നിന്ന് വെച്ച് പറഞ്ഞു, പിടി സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ഇന്ന് പകൽ ചിലതെല്ലാം കൂടെ ഏറ്റെടുക്കുവാൻ ചില കൈകളിലേക്ക് ദൈവം ഏൽപ്പിക്കട്ടെ. ആരേറ്റെടുക്കുമോ ദർശനം, ആരേറ്റെടുക്കുമോ കാഴ്ച നിന്റെ കയ്യിൽ തരുവാൻ എന്റെ കയ്യിൽ ഒരു താക്കോൽ കൂട്ടമുണ്ട്. വിശ്വാസത്താൽ ഞങ്ങൾ ഏറ്റെടുക്കുക, വിശ്വാസത്താൽ ഞങ്ങൾ ഏറ്റെടുക്കുക. അങ്ങേൽപ്പിക്കുന്ന താക്കോൽ കൂട്ടം ദൈവസഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ ഏറ്റെടുക്കുക. പകൽ ചില ഫ്രീ ഗിഫ്റ്റ് തൂഷി മധ്യ യോഗ്യതയുള്ള ചില പാത്രങ്ങളിലേക്ക് പകരും, യോഗ്യതയുള്ള ചില പാത്രങ്ങളിലേക്ക് പകരും. മന്യ ഷാദിയ ലഗ്ഗനി കടത്തസ്യര യേശുവിനെ കൈമാറി. കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞു, ചിലർക്ക് രോഗശാന്തികളുടെ കൃപാവരം നൽകും. രോഗശാന്തി തന്നെയല്ല, കൃപാവരവും കൂടെ തൊഴുക. യേശു ഇത് ചെയ്യും. ആര് മുഖേനയാ? ഞാൻ മുഖേന, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ മുഖേന. ആരുടെയൊക്കെ ശരീരം പൊള്ളുന്ന പോലെ ചൂടാകുന്നുണ്ട്. ചിലരുടെ ശരീരത്തിൽ ആരോ തൊട്ടതൊക്കെ അറിഞ്ഞു തുടങ്ങി. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ ഒരു ടോർച്ച് അടിക്കുന്നത് പോലെ ഇതിനകത്തുള്ള ഒരു പ്രകാശം നടക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ചില ശരീരങ്ങളിൽ തൊട്ടയിടത്ത് ചൂട് അനുഭവിച്ചു കാണും, വേറെ ചിലയിടത്ത് തൊട്ടടുത്ത് ആരോ സ്പർശിക്കുന്ന പോലെ കണ്ടു കാണും. ഇതിനകത്തൂടെ ഒരു ടോർച്ച് നടക്കുക, സെർച്ച് ലൈറ്റ്, ഇറ്റ്സ് മൂവിംഗ് ഓൺ. തങ്ങൾ ഏകാഗ്രചിത്തൻ ആരെന്ന് കാണുവാൻ, ചിലരെ ഏൽപ്പിക്കുവാൻ, വേറെ ചിലരെ ഏൽപ്പിക്കാൻ സമയമായില്ല, ആകുമ്പോൾ ഏൽപ്പിച്ചിരിക്കും. ഓ ഗോഡ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. രോഗശാന്തികളുടെ വരം, വിടുതലുകളുടെ വരം, വിവിധ വീര്യപ്രവർത്തികളുടെ വരം, വിവിധ വീര്യപ്രവർത്തികളുടെ വരം. അതെല്ലാ ദിവസവും തുടരത്തില്ല. എന്നാൽ ചില വീര്യപ്രവർത്തികൾ ചിലരുടെ കൈകൊണ്ട് നടക്കാൻ പോവാ. മരിച്ചവർ ഉയർക്കട്ടെ. ചില വീര്യപ്രവർത്തികൾ ചിലരുടെ കൈകൊണ്ട് നടക്കാൻ പോകുകയാ. ഐ റിപ്പീറ്റ്, ചില വീര്യപ്രവർത്തികൾ ചിലരുടെ കൈകൊണ്ട് നടക്കാൻ പോകുകയാ. അതിനെ തടയുന്ന ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുക. ചില വീര്യപ്രവർത്തികൾ ചിലതിന്റെ കൈകൊണ്ട് നടക്കുവാൻ, ചില താക്കോലുകൾ കൈമാറുന്ന ദൈവകൃപയ്ക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. അവനെ വായിച്ചു. യെരമ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ, അല്ലാതെ ഞാൻ എന്തോ ചെയ്യാനാ. യെരമ്യാവ് 30-ന്റെ 8 മുതൽ ജനറൽ ഡെലിവറൻസ്. അന്ന് ഞാൻ അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ അറുത്തുകളയും. ഇന്നലെ നമ്മൾ ഒന്ന് തൊട്ടായിരുന്നത്. ഓക്കെ, 1 മുതൽ അങ്ങ് വായിരേ, ഞാൻ വിശദീകരിക്കുന്നില്ല, വേണ്ടിയപ്പോൾ നിർത്താൻ പറയാം പ്ലീസ്. 1 മുതൽ. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോട് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക.
ഞാൻ ഇസ്രയേലും യഹൂദയുമായ എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഒന്ന് നിൽക്കട്ടെ. തങ്ങളുടെ രാജാവിന്റെ പാപം ഹേതുവായി, ദേശത്തിന്റെ ലീഡർഷിപ്പിന്റെ പാപം ഹേതുവായി, ജനത്തിന്റെ അകൃത്യവും കാരണമാണ് ഇസ്രയേൽ ബാബേലിലേക്ക് പരദേശവാസത്തിന് പോകുകയാണ്. ആ സാഹചര്യത്തിൽ കർത്താവ് പറയുകയാണ്, ഇതിനൊരു അറുതിയുണ്ട്. ഞാൻ മടക്കി വരുത്തും, ഞാൻ മടക്കി വരുത്തും. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഞാൻ മടക്കി വരുത്തും, ഞാൻ മടക്കി വരുത്തും. പ്രൈസ് ദി ലോർഡ്. കുണ്ടറയിൽ കിടക്കുന്നവൻ അവിടെ മരിക്കയില്ല. മാനിയ റക്കസ്യാര, കുണ്ടറയിൽ കിടക്കുന്നവൻ മാസി അവിടെ മരിക്കയില്ല. അർദ്ധമെരാസിയാര, ദാഹിച്ചിരിക്കുന്നവൻ ചത്തുപോകത്തില്ല. മൽക്കി സാന്തിയാര, ചിലതിനെ അഴിച്ചു വിടുവാൻ പരദേശത്തേക്ക് പോയെങ്കിൽ ഞാൻ മടക്കിക്കൊണ്ടുവരും. ഇന്ന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജനം, ഭീതി അനുഭവിച്ചവർ, നടുക്കം അനുഭവിച്ചവർ മടങ്ങി വരുമെന്ന് അവിടെ വായിച്ചു. യഹോവ ഇസ്രയേലിനെയും യഹൂദയെയും കുറിച്ച് അരുളി ചെയ്ത വചനങ്ങളാവിത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നാം നടുക്കത്തിന്റെ മുഴക്കം കേട്ടിരിക്കുന്നു, സമാധാനമല്ല ഭയമത്രേ ഉള്ളത്. പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവിൻ. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്ത്? ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. നിൽക്കട്ടെ. യാക്കോബിന്റെ കഷ്ടകാലത്ത്, എൻ്റെ നിങ്ങളുടെ കഷ്ടകാലത്ത് നിശ്ചയമായും ചിലത് സംഭവിച്ചു. പക്ഷെ ദൈവത്തിന് ഭൂതകാലവും ഭാവികാലവും ഒന്നും ഇല്ല, എല്ലാം ഒരുപോലെ. ആ തമ്പുരാൻ പറയുക, യാക്കോബ് കഷ്ടകാലത്തിൽ തീരത്തില്ല. ഞാനിതങ്ങ് വിശ്വസിക്കുക ദൈവവേദനെ, ഞാനിതങ്ങ് വിശ്വസിക്കുക, തീരത്തില്ല. കഴിഞ്ഞ ദിവസം 23-ാം സങ്കീർത്തനം എടുത്ത പോലെ എന്നെ കൂരിരുൾ താഴ്വരയിലൂടെ നടത്തും, പക്ഷെ കിടത്തത്തില്ല. എന്നെ കിടത്തുന്നത് പച്ചപ്പുൽമേടിലാണ്. എന്നെ കൂരിരുൾ താഴ്വരയിലൂടെ കൊണ്ടുപോകും, എന്നെ കിടത്തുന്നത് പച്ചപ്പുൽമേടയിലാണ്. എന്നെ മറ്റേടത്ത് കിടത്തത്തില്ല. യാക്കോബിനെ മടക്കി വരുത്തും. ഞാനങ്ങ് കേൾക്കുക, യാക്കോബിനെ മടക്കി വരുത്തും, യാക്കോബിനെ മടക്കി വരുത്തും. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഇന്ന് പകൽ ആരുടെ ഹൃദയത്തോടെ ഇത് ഇടപെടുന്നത്? അവർ പറഞ്ഞു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. യാക്കോബിന്റെ മക്കൾ മടങ്ങി വരും. അന്ന് ഞാൻ അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച്, അന്ന് ഞാൻ ബാബേലിന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് ഓടിക്കും. ഇന്നലെ കൊണ്ടു നിർത്തിയത് അവിടെ. അന്ന് ഞാൻ ശത്രുവിന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് ഓടിക്കും. ഇന്ന് എന്റെ മേൽ നുകം വെച്ച ശത്രുവെ തമ്പുരാൻ ഓടിക്കുന്ന സമയം വരുന്നു. ഇന്ന് ഇതിനകത്തെ കുടുംബങ്ങളുടെ മേൽ നുകം വെച്ച പിശാചേ, നിന്റെ നുകം ഓടിയട്ടെ, ഒടിഞ്ഞു മാറട്ടെ. അന്ന് ഞാൻ അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ചു കളയും. അന്ന് ഞാൻ അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ അറുത്തു കളയും. ബന്ധനങ്ങളെ അറുത്തു കളയും. പിന്നെ അന്യന്മാർ ഇനി അവനെ കൊണ്ട് സേവ ചെയ്യിക്കുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. 17 വരെ പോകേണ്ടതാ. അന്യന് സേവ ചെയ്യുന്ന ചിലത്, അന്യന് സേവ ചെയ്യുന്ന ചിലത്, ഞാൻ ചെയ്യുന്നതിന്റെ പ്രതിഫലം കിട്ടുന്നില്ല, ഞാൻ ചെയ്യുന്നത് കാണാൻ ആരുമില്ല. ഇറ്റ്സ് നോട്ട് ഫ്രൂട്ട്ഫുൾ. എന്റെ തമ്പുരാന് പറയാനുണ്ട്, ഇനി ഞാൻ അന്യന്മാരുടെ വേല ചെയ്യത്തില്ല. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുവാൻ എലിയാസർ എന്ന ആളിനെ അബ്രഹാം അയച്ചു. എലിയാസർ വന്ന് തൻ്റെ ഒട്ടകങ്ങളുമായി വന്നപ്പോൾ തിരഞ്ഞെടുക്കപ്പെടേണ്ട റിബേക്ക സ്ഥലത്തെത്തി. അവൾ ഒട്ടകങ്ങൾക്ക് വെള്ളം കോരിക്കൊടുത്തു. സിസ്റ്റർ മേരി ഗോവൂർ ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ ഒരു പദം പറഞ്ഞു, റിബേക്ക, നീ നാട്ടുകാരൻ്റെ ഒട്ടകത്തിന് വെള്ളം കോരത്തില്ല, ഈ ഒട്ടകം നിന്റേതായി മാറാൻ പോകും.
അവിടെ ഇവിടെയൊക്കെ ജീവിതത്തിൽ തൊട്ട വാക്കുകൾ അങ്ങനൊന്നും മറക്കത്തില്ല. ഇനി നീ നാട്ടുകാരൻ്റെ വെള്ളം കോരത്തില്ല. നിന്റെ വെള്ളം കുടിച്ച ഒട്ടകം നിന്റെയാവും. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒട്ടകപ്പുറത്ത് ഇവളെ കൊണ്ടുപോയി. ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, അവിടെയും ഇവിടെയും വല്ലാത്തതൊക്കെ ചെയ്തവരെ, പല ശത്രുവിനെ സേവിച്ചവരെ ചെയ്യത്തില്ല. നിങ്ങൾ ചെയ്ത് നിങ്ങളുടേതായി മാറും. നിങ്ങളുടെ കൈ തൊട്ടത് നിങ്ങളുടേതായി മാറും. പ്രതിഫലം പകുക്കുന്നവനായ ദൈവം, ന്യായാധിപതിയായ ദൈവം, ചിലതിനെ അർഹിക്കാത്തത് ദൈവം കൈ കൊണ്ട് തരാൻ പോകാം. വെച്ചേ, അവർ തങ്ങളുടെ ദൈവമായ യഹോവയെയും ഞാൻ അവർക്ക് എഴുന്നേൽപ്പിക്കാനുള്ള രാജാവായ ദാവീദിനെയും സേവിക്കും. അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ സേവിക്കും. കണ്ടതിനെ സേവിക്കുവാൻ ഇനി ദൈവം നിന്നെ വിടുകയില്ല. ആരാധന സ്വാതന്ത്ര്യമില്ലാതെ ബിംബാരാധനയുടെ നടുവിൽ കറങ്ങുന്ന ചിലർ ഇതിനകത്ത് സ്ലിപ്പ് എഴുതി ഇട്ടിട്ടുണ്ട്. ഇല്ല ദൈവ പൈതലേ, ഇല്ല. നീ നിന്റെ ദൈവമായ യഹോവയെ സേവിപ്പാൻ, തമ്പുരാന്റെ മുമ്പിൽ വരുവാൻ ദൈവം ഒരു ചേഞ്ച് വരുത്താൻ പോകുകയാ. ഐ സേ ചേഞ്ച്, ഒരു വ്യത്യാസം വരട്ടെ. ആരാധന സ്വാതന്ത്ര്യം ദൈവം ചിലർക്ക് കൽപ്പിക്കട്ടെ. തമാശ പറയുന്നത് ശരിയാകില്ല. ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ ഒരു ഫിലിപ്പിനോ ഒരു സ്ത്രീയായിരുന്നു മെയ്ഡ് സെർവൻറ്റ്. എന്നെ താമസിപ്പിച്ച പാസ്റ്റർ പറഞ്ഞു, എന്തോ വേണമെങ്കിലും ഒരു ഷീറ്റിൽ പേപ്പറിലോട്ട് എഴുതിക്കോണം, അവിടെ കൊടുത്തേക്കണം, അതുപോലെ ചെയ്തു തരും. എഴുതിയതിനേക്കാൾ കൂടുതൽ നടക്കില്ല. എന്തോ വേണം എഴുതി തന്നേക്ക്, അത്രയും കാര്യം നടന്നിരിക്കും. ഞാൻ എഴുതിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഒരു ചായ വേണം. അവൾ ഉടനെ ചോദിച്ചു, മെഷർമെൻറ്റ് എത്രയും ചായ വേണം? ഞാൻ പറഞ്ഞു ഹാഫ് എ കപ്പ്. 3 കപ്പ് എടുത്ത് വെച്ച്, ഇതിൽ ഏതിൻ്റെ ഹാഫ്? ഞാനതിനെ വലിയതെടുത്ത് കൊടുത്ത് ഇതിനകത്ത് ഹൗ മച്ച് ഷുഗർ? ഷുഗർ വേണ്ട. ദെൻ ഞാൻ പറഞ്ഞൊരു സ്പൂൺ തന്നാൽ മതി. സൈസ് ഓഫ് സ്പൂൺ പറഞ്ഞ അതുപോലെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബസ് എൻ്റെ ഒരു ഡ്രസ്സുണ്ട്, ഒരു ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം, സഫാരി. അയ്യോ, അതിനേക്കാൾ നന്നായിട്ട് ഇവിടെ ചെയ്ത് എഴുതി കാണാമെന്നേ ഉള്ളൂ. ഇറ്റ്സ് ദ ഡ്യൂട്ടി. പക്ഷെ ഞാൻ ഡ്യൂട്ടി ചെയ്യാമെന്നല്ല. ചൊറിയുള്ള കുഞ്ഞ് അതിൻ്റെ എതുവഴി ക്ലീൻ ചെയ്യണമെന്ന് അമ്മയ്ക്ക് എഴുതി കൊടുക്കാറില്ല അല്ലേ? കരയുന്ന കുഞ്ഞിനെ എങ്ങനെ ഉറക്കണമെന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഇസ് ദ സർവീസ്. ഇസ്രായേലേ, എന്നെ സേവിക്കും. നമ്മൾ ചിലർക്കും കൂടെ ഒരു തീരുമാനമെടുക്കാം, ഞാൻ കർത്താവിനെ സേവിക്കാൻ പോവാം. ഡ്യൂട്ടി ചെയ്ത കാലം കഴിഞ്ഞു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതിനപ്പുറത്താണ്. ഇസ്രായേലിനെ സേവിക്കാം. മോനെ അവിടെ മുതൽ ഒന്നുകൂടെ വായിച്ചു, അവിടെ മുതൽ. അവർ തങ്ങളുടെ ദൈവമായ യഹോവയെയും ഞാൻ അവർക്ക് എഴുന്നേൽപ്പിക്കാനുള്ള രാജാവായ ദാവീദിനെയും സേവിക്കും. ആകയാൽ എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ആകയാൽ എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചു. ആകയാൽ മുൻപ് പറഞ്ഞ ഒരു കൂട്ടം കാര്യങ്ങൾ ദൈവം ചെയ്തതിനാൽ, ചെയ്യാൻ തീരുമാനിച്ചതിനാൽ, നാമും അത് അംഗീകരിച്ചതിനാൽ, ആകയാൽ എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇന്ന് പകൽ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. യേശുവേ, മനുഷ്യരാകുന്ന ഞങ്ങളുടെ സമയത്തിൻ്റെ പരിമിതി ഞങ്ങൾക്ക് വളരെയാണ്. രാവിലെ മുതൽ അങ്ങയുടെ ജനം അങ്ങയുടെ പാദത്തിലാണ്. ഈ പകൽ ചില ദൂതന്മാരെ കൂടെ നയിക്കണേ. ഓ ഗോഡ്, ചില ദൂതന്മാരെ കൂടെ നയിക്കണേ. ഇതിനകത്തൂടെ അവരൊന്ന് നടന്ന് സെർവ് ചെയ്യട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൂതന്മാരെ തരുവാൻ ഞങ്ങൾ അർഹരല്ലേ? പിതാവേ, അങ്ങയുടെ പുത്രന്റെ ചങ്കിലെ രക്തത്തിന്റെ വിലകളായി ഇന്നിവിടെ ഇരിക്കുന്ന ഞങ്ങൾ, അങ്ങയെ മാത്രം പ്രതീക്ഷിച്ച് രാവിലെ മുതൽ ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങൾ, കർത്താവേ, അങ്ങയുടെ രക്തത്തിന്റെ വിലകളായ ഞങ്ങൾ ഇത് അർഹിക്കുന്നതിനാൽ ചില ദൂതന്മാരെ കൂടെ നയിക്കണേ. ദയവായി എല്ലാവരും ശ്രദ്ധിക്കാം. ഇന്ന് എന്തൊക്കെയോ ചില കാഴ്ചകൾ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഞാൻ ആദ്യം കണ്ട കാഴ്ച തൊട്ട് പ്രകാശമുള്ള ഒരു വിരൽ ഈ പാത്രത്തിനകത്ത് തൊടുന്നതാണ്. ഞാനത് പറഞ്ഞതുകൊണ്ട് ആ പതിവിൻ്റെ 3 ഇരട്ടി സ്ലിപ്പ് ഇന്ന് വന്നിട്ടുണ്ട്. ഫൈൻ, ദൈവത്തിനിതൊരു കാര്യമാണോ? ദൈവത്തിനിതൊരു കാര്യമാണോ?
വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഞാൻ കാലം പറഞ്ഞ് തെറ്റിപ്പോമായിരിക്കും. മുമ്പേ ഞാൻ രാമയ്യ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയ കാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ എന്ന് പറഞ്ഞു 90-ലല്ല, അതിന് ശേഷമാണ്. കാര്യം അദ്ദേഹത്തിന് സമയം ഓർമ്മയുണ്ട്, ഫൈൻ അല്ലായിരിക്കും. ഇതുപോലെ കാലം പറയുന്നില്ല എന്നും ഓർക്കേണ്ടതാണ്. നമ്മുടെ ചർച്ചിനകത്തുണ്ടായിരുന്ന പല ആളുകളും വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കാലം. ഒരു ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാഴ്ച കാണിച്ചു. ആരോ ഒരാൾ ഒരു കൊച്ചു കൊട്ടയ്ക്കകത്ത്, തീരെ ചെറുതെന്നല്ല, മേ ബി ഒരു 20 കിലോഗ്രാം അരി കൊള്ളുന്ന ഒരു കൊട്ടയ്ക്കകത്ത്, ഒരു 20 കിലോഗ്രാം അരി കൊള്ളുന്ന ഒരു കൊട്ടയ്ക്കകത്ത് എന്തോ കുറേ പൊതിക്കെട്ടുകൾ കൊണ്ട് നടന്ന ആളുകൾക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനത് വിളിച്ചു പറഞ്ഞു. ഇതിനകത്തിരിക്കുന്ന ചിലരത് ഏറ്റെടുത്തു. ഇപ്പം ഇവിടെ ഇരിപ്പുണ്ട്. അമ്പേ, അവരുടെയൊക്കെ സ്ഥിതി മാറിയത്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോഴൊരു കാഴ്ച കാണും. ഒരു 50 kg എങ്കിലും കൊള്ളുന്ന ഒരു ഭയങ്കര കോട്ട, ഒരു 3-4 പേര് ഇതിൻ്റെ അങ്ങും ഇങ്ങുമൊക്കെ ഇറങ്ങി നടന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞ കർത്താവേ, കുറേ ദൂതന്മാരെ കൂടെ അയക്കണേ. ലെറ്റ് ദം റീച്ച് എവരിവെയർ. ചിലതിന് കൃപാവരങ്ങളാണ്, ചിലതിന് ഭൗതിക നന്മകളാണ്, ചിലതിന് ഏതോ വേറെ ചില നന്മകളാണ്. ഞാൻ ഗോൾഡൻ കളറിലുള്ള കെട്ട് കാണുന്നുണ്ട്, ബ്ലൂ കളറിലുള്ള കെട്ട് കാണുന്നുണ്ട്, ഗ്രീൻ കളറിലുള്ള കെട്ട് കാണുന്നുണ്ട്. ഞാൻ പല നിറത്തിലുള്ള കെട്ട്, വെള്ള കാണുന്നുണ്ട്, ചുമല കാണുന്നുണ്ട്, ഓ ഗോഡ്, റോസ് കാണുന്നുണ്ട്. പല നിറത്തിലുള്ള കെട്ടുകൾ ഇതിനകത്തൂടെ കൊണ്ടു നടന്ന് കൊടുക്കുക. ഓരോന്നും ഓരോ കൈൻഡ് ഓഫ് ഇറ്റ്സ് ഓൺ. ദേ ആർ ദ കൈൻഡ് ഓഫ് ദെയർ ഓൺ. എല്ലാവർക്കും ഒന്നല്ല, മാറി മാറി പലതരത്തിലെ കൊണ്ട് നടന്ന് 4-5 പേര് വിളമ്പുന്നുണ്ട്. ഇതിനകത്തൂടെ നടന്ന് വിളമ്പിക്കൊണ്ടിരിക്കുക. ചില ഏരിയകളിൽ എത്താത്ത ഇടത്ത് തമ്പുരാൻ പുതിയ ആളുകളെ അയക്കട്ടെ. ഓ ഗോഡ്, രണ്ട് ആളുകൾ തിങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇപ്പൊ ഇരിക്കുന്ന ചെതറിയിരിക്കുക ഇതുപോലൊന്നും അല്ല. ഇടയ്ക്കൂടെ ഒരാളിന് നടക്കുവാൻ ഇടയില്ലാതെ, ഒന്ന് ചിമുങ്ങാൻ ഇടയില്ലെന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ there is a huge crowd. ഇതിനകത്തേക്ക് ഓടിക്കയറുകയാ. മൽക്കര ഹരാസിയാരോ ഇതിനൊക്കെ വാരിക്കൊടുക്കാൻ. ജീസസ്, യേശുവേ, യേശുവേ, അധികം ദൂതന്മാരെ അയക്കണേ, അധികമേറിയ ആളുകൾ കവർ ചെയ്യണേ. രോഗശാന്തിയുടെ പുതിയ മണ്ഡലങ്ങൾ, രോഗശാന്തിയുടെ പുതിയ ഏരിയകൾ. മസിലുകൾ വീക്കായ ചിലത് സൗഖ്യമാകുന്ന ദിവസങ്ങൾ ഇവിടെ ഉണ്ട്. അതൊരു ക്രൗഡിനകത്ത് നടക്കും. പാർക്കിൻസൺ, പേര് പറയാൻ പേടിയാ. പാർക്കിൻസൺ, പാർക്കിൻസൺ ഇതിനകത്ത് സൗഖ്യമാകുമെന്ന്. ഡെഡ് മസിൽസ് ഇതിനകത്ത് എഴുന്നേറ്റ് വരുമെന്ന്. ഡെഡ് നെർവസ് സിസ്റ്റം ഇതിനകത്ത് എഴുന്നേറ്റ് വരുമെന്ന്. മനുഷ്യസ്യാര ഇന്ന് പകൽ അതിന്റെ മാമി ഇന്നത് നടക്കട്ടെ. മരിച്ചവർ ഉയർക്കാൻ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പാർക്കിൻസൺ സൗഖ്യമാകാൻ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ കൈകൊണ്ട് പാർക്കിൻസൺ അസുഖം ബാധിച്ചവർ ഞാൻ പ്രാർത്ഥിച്ച് 2-3 ദിവസത്തേക്കകം വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് വർഷങ്ങൾക്ക് പുറകിൽ വീണ്ടും ദൈവാത്മാവെന്നെ കാണിക്കുന്നു. അത്തരം അനുഭവങ്ങൾ ആവർത്തിക്കാൻ പോകും. പാർക്കിൻസൺ, എടാ പാർക്കിൻസൺ, നിന്റെ പേര് ലോകം ഭയപ്പെടുന്ന പേരാ. നിന്റെ നാമത്തേക്കാൾ വലിയൊരു നാമമാണ് യേശുവിന്റെ നാമം. ആ നാമത്തിന്റെ മുമ്പിൽ നീ കീഴടങ്ങി. ആ നാമത്തിന്റെ മുമ്പിൽ നീ കീഴടങ്ങി. ഇന്ന് പകൽ നാമത്തിന്റെ മുമ്പിൽ, യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ സകല ശത്രുവും കീഴടങ്ങട്ടെ.
ജിൻ, മന്ത്രവാദി ഭയക്കുന്ന പേരാ. ജിൻ, അവിശ്വാസി ഭയപ്പെടുന്ന പേരാ. യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ അത് ഉരുകി മാറുക, ഉരുകി മാറുക. അമ്പ നസിയ ലീവദ റഗാസിയെ അൽകദ ദസേ മാന്ത്രിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോ. ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി. ഓ ഗോഡ്, കർത്താവേ, ആ ദൂതുകൾക്കായി നന്ദി, ആരംഭ വചനങ്ങൾക്കായി നന്ദി, ഇന്നും അത് പറയുന്നതിനായി നന്ദി, ദൈവം അത് ചെയ്യുന്നതിനായി നന്ദി. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ സമയം തന്നെ ഈ സമൂഹത്തിന്റെ ഇടയിൽ ഒരു കൂട്ടവിടുതല് അപ്പോൾ വ്യാപരിക്കട്ടെ. തകർത്ത് കളയുന്ന വ്യാപാരങ്ങൾ, ആഭിചാര ശക്തികൾ, മാന്ത്രിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇവിടെ നിന്ന് പൊട്ടുവാൻ ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കിഡ്നിയുടെ പ്രശ്നമുള്ളവർ കഴിഞ്ഞു, ഞാൻ മെസ്സേജ് നിർത്തി. കിഡ്നിയുടെ പ്രശ്നമുള്ളവരും വളരെ സ്പെസിഫിക്കലി പുറത്ത് നെഞ്ചിൻ്റെ പിൻഭാഗത്തായി, ഇനി അതിൻ്റെ കിഡ്നിയുടെ പ്രശ്നമാണോ അറിയാൻ വയ്യെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂട. വേദന അനുഭവിക്കുന്ന ഒരാൾ ഇതിനകത്തുണ്ട്. കർത്താവ് ഇന്ന് പകൽ വിടുവിക്കുക. നെഞ്ചിന് ബാക്ക് സൈഡിലായി മുതുകിനോട് ചേർന്ന് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി, ഇടയ്ക്കിടയ്ക്ക് അകത്തെന്തോ പഴുത്തു വിങ്ങുന്ന പോലെ ഒരു കിഡ്നിയുടെ ഇൻഫെക്ഷനാണ്. തീനിധി റെസ്സി പോരെ. കർത്താവ് ഇന്നൊരു വിടുതൽ കൊടുക്കുക. നട്ടെല്ലിൻ്റെ കശേരികൾ, എനിക്ക് നമ്പരൊന്നും പറയാൻ അറിയാൻ വയ്യ. ഞാൻ മെഡിക്കൽ ഡോക്ടറല്ല, ദൈവദാസനായി ഇപ്പോഴും. ബാക്ക് ബോണിൻ്റെ ഏറ്റവും താഴെ നിന്ന് ഒരു ഉദ്ദേശം 4 ഇഞ്ചിനും മുകളിൽ, ഉദ്ദേശം 4 ഇഞ്ചിനും മുകളിൽ അടുത്ത ഒരു 2-3 ഇഞ്ച് സ്ഥലത്ത് കഴപ്പും വേദനയും അനുഭവിക്കുന്ന, ബാക്ക് ബോണിൻ്റെ ഏറ്റവും താഴത്തെ അറ്റത്തുനിന്ന് ഒരു 4 ഇഞ്ചോളം മുകളിൽ, അതിൻ്റെ മുകളിലോട്ടുള്ള ഒരു 2 ഇഞ്ചോളം ഏറിയായി കഴപ്പും വേദനയും അനുഭവിക്കുന്ന ഒരു വ്യക്തി. 1 2 അല്ല, പലതുണ്ട്. ഡിസ്കുകളുടെ ഡിസോർഡറാ. ഈ പകൽ സൗഖ്യത്തിന് തയ്യാറാക്കൂ. എഴുന്നേറ്റ് പോലെ റീമസ്യ തൗഡിലി റക്കസി. കർത്താവെ, അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. കർത്തദാസന്മാരിൽ ആരെങ്കിലും 2-3 പേരും കൂടെ തുടർന്ന് എൻ്റെ കൂടെ ശുശ്രൂഷിക്കാൻ കാണും. ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും പേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ ഒറ്റയ്ക്ക് സിനിമയുടെ കൂടെ പറഞ്ഞ അവിടത്തേക്ക് അവിടത്തേക്ക്. കർത്താവെ, ഈ ഒലിവെണ്ണയെ ദൈവകരങ്ങളിൽ തരുന്നു. ഇത് കൊണ്ടെത്തന്നവരെ അങ്ങ് അനുഗ്രഹിക്കണേ. ഈ എണ്ണ വാഴ്ത്തി തരണേ. ഈ ശുശ്രൂഷയിൽ തിരുസാന്നിധ്യം കൂടിയിരിക്കണേ. ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ പോഷന്മാരാകുക. യേശുവേ, യേശുവേ, അങ്ങ് പറഞ്ഞതങ്ങ് നിർവഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദാസ് ബ്രദറിൻ്റെ ഇവിടെ വേദന, എവിടെ വേദന? ഒരാൾ കൈ വെച്ചു. എണ്ണ ഇല്ലാതെ കൈവെക്കാൻ അതിനോട് ഒന്നും കാണിച്ചു കൊടുത്തേ. ഇല്ല, എണ്ണ ഇല്ലാതെ വെക്കാൻ ഉടുപ്പിലാകും. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തൃക്കരങ്ങളിൽ തരും സൗഖ്യമാണ്. അത് യേശുവിൻ്റെ നാമത്തിൽ. കിഡ്നി എക്സാക്ട്ലി അതാ മോനെ. അലർജി ദാറ്റ് അനദർ. ഷർട്ടിൻ്റെ പുറത്ത് കൈവച്ചാലും മതി. വേദനയോടെ കാണിച്ചു കൊടുത്തു. കിഡ്നിയാ, ഒരു കിഡ്നി ബ്രദറിൻ്റെ ഇൻഫെക്ഷനാണ്. സഭ ഒന്നിച്ച് ഈ സഹോദരൻ്റെ ദൈവകരങ്ങളൊന്ന് കൊടുത്തു. കർത്താവേ,
യേശുവിന്റെ അധികാരത്തിൽ ആ കിഡ്നി സൗഖ്യമാണ്. കർത്താവേ, ഈ സഹോദരൻ ചില ദിവസങ്ങളായി ഇവിടെ ഇരിക്കുക. തന്റെ ശരീരത്തെ അടിമുടി വരെ വിടുവൽ ഇന്ന് ഞങ്ങൾ കൽപ്പിക്കുക. ആ കിഡ്നിയും സൗഖ്യമാകട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ ആമേൻ. പോയിക്കോ. എന്ത് പറ്റി? That's a kidney, you know it. It's medically proved. Praise the Lord. You have a medical certificate? You have a medical certificate. You will go for a re-examination after a few days and come back with a certificate that you are healed. കർത്താവേ, തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സൗഖ്യമാകെ. That's it. സൗഖ്യമാകട്ടെ. Sorry, 1-2 minutes. Can you give me a clip on mic?